ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. വർഗീയ കലാപങ്ങളില്ലാത്ത 10 വർഷം, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം. ഇത് പരസ്യവാചകമായി മാത്രം കാണുന്നവർ ഇന്നും ഇരുട്ടിൽ കഴിയുന്നവരാണ്. വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും പുതുയുഗം തീർത്ത ഇടതുബദലിന് ലഭിച്ചതായിരുന്നു 2021 തുടർഭരണം. തുടർഭരണത്തിലും കാഴ്ചവെച്ച ഇടതുബദൽ കാൽപ്പനികമായ വെറും പുരാണമല്ല, ജീവിതാനുഭവത്തിലൂടെ മലയാളി തിരിച്ചറിഞ്ഞതാണ്. വർഗീയ കോർപ്പറേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ബദലായി മാതൃകാഭൂമിയായി കേരളത്തെ മാറ്റിത്തീർത്ത കാലം. അധികാരം ആസ്വദിക്കാനുള്ളതല്ലെന്നും ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാനുള്ളതുമാണെന്ന് ബോധ്യപ്പെടുത്തിയ കാലമാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ മെനയുന്ന കേവല മുദ്രാവാക്യങ്ങൾക്കും പ്രതീതി നിർമ്മാണത്തിനുമപ്പുറം പ്രതിപക്ഷത്തിന് സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനായോ? പ്രതിപക്ഷ ബദൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയുമോ? രാഷ്ട്രീയ ജാഥയുടെ പേരിനപ്പുറം പുതുയുഗവും അവരും തമ്മിൽ എന്താണ് ബന്ധം? BJPയുടെയും കോൺഗ്രസിൻ്റെയും നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിലെ ബദൽ അധികാരത്തിൻ്റെ അപചയത്തിനപ്പുറം അധികാരത്തിൻ്റെ തുടർച്ച ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൻ്റെ ധീരമായ പൂർത്തീകരണമാണ്. അതിദാരിദ്ര്യമില്ലാതാക്കിയും ഏറ്റവും അധികം പട്ടയം നൽകിയും മികച്ച പാർപ്പിടങ്ങൾ ഒരുക്കിയും അഴിമതിയുടെ നിഴൽ പോലുമില്ലാതെ ഭാവി കേരളത്തെ മുന്നിൽ കണ്ട് രൂപകൽപ്പന ചെയ്തും ക്ഷേമ പെൻഷൻ പാവപ്പെട്ടവൻ്റെ അവകാശമാക്കിയും നിലകൊള്ളുന്ന കേരളത്തെ ഗുഡ് ഗവേണൻസിൽ രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ്. ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ചോരാതെ എങ്ങനെ നാട് ഭരിക്കാമെന്നതിൻ്റെ കേരള ബദൽ അഥവാ ഇടതു ബദൽ. ഈ സാഹചര്യം ആണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജെക്സി തോമസ്, CPIM, ശ്രീ ജോർജ് പടിപ്പാറ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, KJ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ. ഞാൻ ആദ്യം ശ്രീ പൊടിപ്പാറയിലേക്കാണ് വരുന്നത്. ശ്രീ പൊടിപ്പാറ, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു കാലത്ത് കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ തന്നെ വിസ്മരിക്കാനാവാത്ത വികസനത്തിൻ്റെ സമാനതകളില്ലാത്തൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു 10 വർഷം എന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി സമ്മതിക്കേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കൂമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമായി. അതിൽ 11 ആദിവാസി ഉന്നതികളുടെ ചിരകാലാഭിലാഷമാണ് പൂർത്തിയായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചത്. പാലം യാഥാർത്ഥ്യമായത് പല കടമ്പകൾ കടന്നാണ്. 50 വർഷത്തെ അരനൂറ്റാണ്ടിൻ്റെ ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ആ നാടിൻ്റെ ഈ ആദിവാസി ഊരുകളിലേക്കാണ് ഇത്ര കോടികൾ ചെലവഴിച്ച് അങ്ങനൊരു ബൃഹത്തായ പാത നമ്മൾ രൂപീകരിച്ചത്. കഴിഞ്ഞ ദിവസം കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, അതുപോലെ തന്നെ കോഴിക്കോട് ഈ പറഞ്ഞതുപോലെ അവയവമാറ്റ അതുമായി ബന്ധപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു ഗുഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വിഷയമാണോ, അത് താരതമ്യത്തിന് ഇടവരുത്തുന്നതാണോ മുന്നണികൾക്കിടയിൽ? ശ്രീ പൊടിപ്പാറ. ശരത്തെ, ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-ാം ഊഴത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കാൻ അവരാഗ്രഹിക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം നീണ്ട ആ ഒരു അധികാര വിരാമത്തിന് ശേഷം ഒരു തിരിച്ചുവരവിന് അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. ഈ 2 മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ ഒരു ബദലായി അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമായോ അല്ലെങ്കിൽ ഭരണപക്ഷമായോ മാറാൻ ആഗ്രഹിക്കുന്ന NDA മുന്നണി. ഇതാണല്ലോ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. അതിൽ പലതും ശരിയാണ്, പലതും ഒരു എന്താ പറയുക പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉള്ള കുറച്ച് ഊതി വീർപ്പിച്ചതാണ് എന്നും വിമർശനം ഉണ്ടായേക്കാം. അതായത് 10 വർഷമായിട്ട് പറഞ്ഞ പോലെ വർഗീയ കലാപങ്ങളില്ലാത്ത, പവർ കട്ടില്ലാത്ത, അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക വികസനത്തിന്റെ ഒരു പൂക്കാലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഭരിക്കുന്ന കക്ഷി ഈ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുമ്പോൾ ആ 10 വർഷം മുമ്പുള്ള കേരളത്തെക്കാൾ എന്തായാലും മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകും. അത് പാലങ്ങളുടെ കാര്യത്തിലായാലും, റോഡുകളുടെ കാര്യത്തിലായാലും, ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കാര്യത്തിലായാലും, അങ്ങനെ അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിലായാലും ഒക്കെ
മാറ്റങ്ങളുണ്ടാവും. അല്ല ശ്രീ പൊടിപ്പാറ, അത് ശരിയാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറും, മുന്നണി ഒന്ന് 5 വർഷം LDF, അത് കഴിഞ്ഞാൽ UDF എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പൊതു വർത്തമാനം നമ്മുടെ ഇടയിൽ എത്രയോ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. ആ നിലയിലായിരുന്നു കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷം. നമ്മൾ അങ്ങനെ പറയുന്ന പോലെ ലാഘവത്തോടെ പറയാവുന്നതാണോ 10 വർഷം പാലങ്ങളുണ്ടാകും, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദേശീയപാത വികസിക്കും എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞു പോകാവുന്ന ഒന്നാണോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞു എന്നുള്ളതല്ല, അതിനെ അങ്ങനെ ശരത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് അർഹിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ കാലത്ത് മാത്രമാണ് റോഡുണ്ടായത്, പാലം ഉണ്ടായത്, തോടുണ്ടായത്, റെയിൽവേ ഉണ്ടായത്, വികസനം ഉണ്ടായത് എന്ന് പറയുന്ന രീതിയിലേക്ക്, പവർ കട്ടില്ലാത്ത ഇങ്ങനെയുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ സർവ്വകാല റെക്കോർഡ് സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്ത്, അതായത് ഈ പറഞ്ഞ മുൻ ഭരണാധികാരികളുടെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അതിനു മുമ്പുള്ള ഇടതുമുന്നണി നായനാർ സർക്കാരിന്റെ കാലത്തും എല്ലാം ഇത്തരത്തിൽ PS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തും എല്ലാം വികസനങ്ങൾ കൂടിയും അവിടെയാണ് ശ്രീ പൊടിപ്പാറ, ഒരു സെക്കൻഡ് താങ്കളിലേക്ക് തന്നെ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ താങ്കളോട് പറഞ്ഞു, സ്വാഭാവികമായി ഇത് ജനങ്ങൾക്കിടയിൽ ഒരു താരതമ്യത്തിന് വിധേയമാകുന്ന സാഹചര്യമല്ലേ? അങ്ങനെ വിധേയമാകുമ്പോൾ മുൻകാലത്തേതുപോലെ പരസ്പരം വളരെ താങ്കൾ പറഞ്ഞ പോലെ പറഞ്ഞു പോകാൻ മുന്നണികൾക്ക് കഴിയുമോ? നോക്കൂ, ഈ 2 ലക്ഷം കോടി രൂപയുടെ ഒരു പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിനുള്ള കിഫ്ബിയുടെ നേരിട്ടുമല്ലാതെയുമുള്ള വലിയ പരിശ്രമങ്ങൾ നടന്ന സമയമാണ്. അതിൽ തന്നെ 90,000 കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ച ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ പണം ചെലവഴിച്ചതാണ്, അത് പണം കൊടുത്തു തീർത്തതാണ്. മറ്റത് പദ്ധതികൾ പൂർത്തീകരിച്ചതാണ്. അതെന്ന് പറയുന്നത് കൊടുത്ത പണത്തിൻ്റെ കണക്കാണ്. പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ വരുന്നൊരു കേരളത്തെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. വികസനവുമായി ചരിത്രത്തോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുന്നണിയുടെ ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ, ഇടതു മുന്നണിയുടെ ബാലൻസ് ഷീറ്റിൽ ഇതിനു മുമ്പ് സമാനതകളില്ലാത്ത ഈ വികസന നേട്ടങ്ങളും സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും സമാനതകളില്ലാത്ത ഗുഡ് ഗവേണൻസും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഒരൊറ്റ ബലത്തിൽ, കേരളത്തിലെ ജനങ്ങൾ ഒന്നും അറിയാത്ത മനുഷ്യരല്ല, കാര്യങ്ങളെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മനുഷ്യരാണ്. പെട്ടെന്ന് ഇങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയില്ല. അവർക്ക് സ്വന്തമായ അസസ്മെന്റ് ഉണ്ട്, അനാലിസിസ് ഉണ്ട്, കാര്യങ്ങളെ അതിന്റെ മെറിറ്റിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. എങ്കിൽ എന്തുകൊണ്ട്, ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള അംഗീകാരം, ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഇടതുമുന്നണിക്ക് പറയാൻ കഴിയൂ? ആ ഭരണമുന്നണി വിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനമല്ലേ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? അതേ ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അതിൽ വോട്ടിംഗ് പാറ്റേൺ അല്പം വ്യത്യാസമുണ്ട്. കേന്ദ്രത്തിലെ സർക്കാരിനെ തെരഞ്ഞെടുക്കും, അവിടെ ഇപ്പോൾ CPM അവിടെ ചെന്നാലും തനിച്ച് വലിയ റോൾ അഭിനയിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ. പക്ഷെ മുൻകാലങ്ങളിലൊക്കെ കേരളത്തിൽ ഈ പറഞ്ഞ അതേ രീതിയിൽ നിൽക്കുന്ന കാലത്തും കേന്ദ്രത്തിൽ ചെന്നിട്ട് ഭരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 10 സീറ്റും 9 സീറ്റും 13 സീറ്റും 14 സീറ്റും ഒക്കെ കൊടുത്ത ചരിത്രമുണ്ട്. അപ്പൊ തുടർച്ചയായ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങുന്നു. ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു. അത് സവിശേഷമായ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. പക്ഷെ അതിൽ നന്നായി പ്രവർത്തിച്ചു എന്നതിന് ജനം അക്നോളജ് ചെയ്തു, അവർ എൻഡോഴ്സ് ചെയ്തു, അവർ നിങ്ങളെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. പക്ഷെ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഇത്രത്തോളം ക്ഷേമം, ഇത്രത്തോളം വികസനം, ഇത്രത്തോളം എന്താ പറയുക കരുതൽ, ഇതെല്ലാം ജനത്തിന് കൊടുത്ത സമാനതകളില്ലാത്ത 10 വർഷത്തിന്റെ അവസാനം ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ ഇടതുപക്ഷം പോലും ഇപ്പോ കരുതുന്ന എന്താ, വീട് കയറി ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM എത്തിയിരിക്കുക. ആ വീട് കയറി ബോധ്യപ്പെടുത്താൻ പാർട്ടി പ്രവർത്തകർക്ക് പോലും വിജയകരമായിട്ട് അല്ലെങ്കിൽ വേണ്ട പോലെ നടക്കുന്നില്ല എന്നുള്ള വിമർശനം. ശ്രീ പൊടിപ്പാറ, അതിൽ തന്നെ ഒരു വ്യത്യാസമില്ലേ? ഇപ്പോൾ താങ്കളിപ്പോൾ നിരീക്ഷിച്ചതേറെയും രാഷ്ട്രീയ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ്. ആ രാഷ്ട്രീയ കാരണങ്ങൾ നോക്കിയാൽ ഇതുപോലെ ഗൃഹസന്ദർശന പരിപാടികൾ 2019 ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ CPM-ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് സമാനമായ രീതിയിൽ ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലടക്കം തെറ്റിദ്ധാരണ നീക്കാൻ ഗൃഹസന്ദർശനം എന്ന രാഷ്ട്രീയ പരിപാടിയുമായി അവർ പോയത് നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇത്തവണയും ചെയ്തത് ആദ്യമല്ല എന്നാണ് ഞാൻ അത്രമാത്രമേ അതിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചുള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ്, കേരളത്തിൻ്റെ ശരിയായ രാഷ്ട്രീയം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശരിയായി വിലയിരുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി, ഓരോ തെരഞ്ഞെടുപ്പ് ഓരോ സാഹചര്യമാണ്, അത് ലോക്സഭയാവട്ടെ, തദ്ദേശമാകട്ടെ, നിയമസഭയാകട്ടെ, അതിൽ കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയത്തെ ശരിയായി വിലയിരുത്താൻ പോകുന്നത്, അളക്കാൻ പോകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നിശ്ചയമായും നിയമസഭാ തെരഞ്ഞെടുപ്പാണ്.
മറ്റതിന് പ്രാദേശികമായ ഒരുപാട് ഘടകങ്ങൾ കൂടി അതിനകത്ത് വരും. ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. അങ്ങനെ വരുമ്പോൾ ഭരണ തുടർച്ച എന്നത് മലയാളിയുടെ ആദ്യാനുഭവമായിരുന്നു. ആ ഭരണ തുടർച്ചയിൽ പദ്ധതികൾ ഏറ്റെടുക്കുക, അത് പൂർത്തീകരിക്കുക, അത് ചെറിയ കാര്യമാണോ? ഇപ്പോൾ കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റാണ്, കല്ലിട്ടതാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാജീവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് ഗുലാം നബി ആസാദ് അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് കേന്ദ്രത്തിൽ പോയി താങ്കൾ പറഞ്ഞ പോലെ ഈ പദ്ധതി ക്യാൻസർ സെൻറ്റർ ഏറ്റെടുത്ത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്ന ഒരു ചിത്രം സഹിതം അന്ന് കൊടുത്തു. ആ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അന്നത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അതിശക്തമായ ആ സർക്കാരിനെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇട്ടഴയ്ക്കുന്നതിനെ വിമർശിച്ചതിൻ്റെ അന്നത്തെ മലയാള മനോരമ പത്ര കട്ടിങ്ങും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. 2016 അധികാരത്തിൽ വരുമ്പോൾ തന്നെ അത് പ്രഖ്യാപിക്കുന്നു, ഇത് ഏറ്റെടുക്കും, മുന്നോട്ട് കൊണ്ടുപോകും. ശ്രീ പൊടിപ്പാറ 2021 നിർമ്മാണം ആരംഭിക്കുന്നു, 2026 പൂർത്തീകരിക്കുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ച് കാണാതെ പോകാവുന്ന ഒരു യാഥാർത്ഥ്യമാണോ? കാരണം സർ വേറൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് 40-ൽ പരം വർഷങ്ങളെടുത്തു പൂർത്തീകരിക്കാൻ. കൊല്ലം ബൈപ്പാസ് അത്ര തന്നെ എടുത്തു. ഇവിടെ നോക്കൂ, 21 ആരംഭിച്ച് 26 9 നിലകളിലുള്ള കോടാനുകോടി രൂപ ചെലവഴിച്ച മധ്യ കേരളത്തിലെ ഏറ്റവും ആധുനികമായ ക്യാൻസർ സെൻറ്റർ പൂർത്തീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് കേരളത്തിൻ്റെ ഒരു മാറ്റമായി വിലയിരുത്തപ്പെടേണ്ടേ, പരിശോധിക്കേണ്ടതെന്നേ എൻ്റെ ചോദ്യമുള്ളൂ. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ നേട്ടങ്ങളൊന്നും ഇല്ലെന്നോ, ഈ നേട്ടങ്ങളൊന്നും സർക്കാരിന്റെ ക്രെഡിറ്റിലില്ല എന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടതുമുന്നണിക്ക് പോലും വികസനം മാത്രം ഈ 10 വർഷക്കാലം കേരളത്തിലെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ, ആ പദ്ധതികൾ അവരുടെ ജീവിതത്തെ അന്നത്തേക്കാൾ അവരനുഭവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തെക്കാൾ എത്രയോ കൂടുതൽ നിലവാരമുള്ളതാക്കി മാറ്റിയ ആ കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇടതുമുന്നണിക്ക് പോലും കഴിയുന്നില്ല. പകരം ഞാൻ അതുകൊണ്ടാണ് താങ്കളോടടക്കം പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു പരിധി എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനം ഈ തെരഞ്ഞെടുപ്പിനെ ആ മുന്നണികളുടെ താരതമ്യത്തിൽ വികസനം എന്നത് എങ്ങനെ ബാധിക്കും, എങ്ങനെ സ്വാധീനിക്കും എന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ പല ഉദാഹരണങ്ങളും നമ്മൾ കാണിക്കേണ്ടി വരില്ലേ, അതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരില്ലേ? ഞാൻ ഒരു ഉദാഹരണം അപ്പുറത്തും പറയണം. ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് താങ്കൾ അത് വളരെ നല്ല കാര്യം, കൊച്ചി കേരളത്തിന്റെ മധ്യ കേരളത്തിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, ഒരു സംശയമില്ല. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെ നമ്മൾ അന്ധമായിട്ട് എതിർക്കുകയോ അതിനെ എല്ലാം രാഷ്ട്രീയമായിട്ട് മാത്രം എന്താ പറയുക വില കുറച്ച് കാണുകയോ ചെയ്യുന്നതല്ല. ഇതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇതേ സമീപനം എന്തുകൊണ്ട് ഇതിനു മുമ്പിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ ഇടുക്കി, വയനാട്, കാസർഗോഡ്, ഇങ്ങനെ എത്രയോ പാലക്കാടൊക്കെ എത്രയോ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചു. അതായത് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന, വിദഗ്ധ ചികിത്സയ്ക്ക് ഒട്ടും സൗകര്യം ഇല്ലാതിരുന്ന ജില്ലകളിലെല്ലാം മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ ഒരു ചോദ്യം ശരിയാണ് 2000 ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ്. 2016 അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിക്കുന്നു, തറക്കല്ലിടുന്നു. താങ്കൾ പറഞ്ഞ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ സർക്കാരുകളും അതിനെ കണ്ടില്ല എന്ന് നടിച്ചുവെങ്കിൽ ഇന്ന് കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി അത് മാറുമായിരുന്നു. ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇട്ട കല്ലുകളായി അവിടെ കിടക്കുകയായിരുന്നോ? മെഡിക്കൽ കോളേജുകൾ ഈ ജില്ലകളിൽ ഉയർന്നില്ലേ? അതിനെ ഏറ്റവും ആധുനികമായ നിലയിലേക്ക് ഉയർത്തിയില്ലേ? കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും അങ്ങനൊരു കേസ് മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആ കാര്യങ്ങൾ മാറിയില്ലേ? ഇപ്പോൾ കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ പണിയാമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഈ പറഞ്ഞ പോലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സാധ്യമാകുന്നതിന് മുമ്പ് തന്നെ ഈ മെഡിക്കൽ കോളേജുകൾ മുന്നോട്ട് പോയില്ലേ? ഞാൻ ഒരു ഉദാഹരണം കൂടി താങ്കളുടെ മുമ്പാകെ വെക്കാം. ഇപ്പോൾ വിഴിഞ്ഞം എടുക്കാം. വിഴിഞ്ഞം ഉമ്മൻചാണ്ടി അദാനിയുമായി കരാർ ഒപ്പുവെച്ചു. ആ കരാർ തീരുന്നത് എപ്പോഴാണ്? അതിൻ്റെ നിർമ്മാണഘട്ടം പൂർത്തീകരിക്കുന്നത് 2045. ശ്രീ പൊടിപ്പാറയ്ക്ക് നന്നായി അറിയാം, എനിക്കറിയാം. പക്ഷേ കേരളത്തിൻ്റെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എന്താണ് പറയുന്നത്? ഒരു പദ്ധതി ഏറ്റെടുത്താൽ തലമുറകളോളം ഇട്ടഴയ്ക്കുന്ന കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സംരംഭകരിൽ ഒരാളായിട്ടുള്ള അദാനിയോട് നമ്മൾ കേരളം പറയുകയാണ്, നിങ്ങൾ 2045 പൂർത്തീകരിക്കാനിരിക്കുന്ന ആ കരാർ നമുക്ക് തിരുത്തി 2028 പൂർത്തീകരിക്കാം, അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും സംസ്ഥാനം ചെയ്തു തരാം. അപ്പോൾ അതിനനുസരിച്ച് വരുമാനം കേരളത്തിന് ലഭിക്കുന്നത് നേരത്തെയാക്കാൻ കഴിയും വിധത്തിലേക്ക് ആ കരാർ പുതുക്കാനും 2045 പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞത്തിൻ്റെ അവസാന ഘട്ടം 28 പൂർത്തീകരിക്കാൻ കഴിയും വിധത്തിലേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നുവെങ്കിൽ അതൊരു ശേഷിയല്ലേ? ആര് പറഞ്ഞു അല്ലെന്ന്?
അല്ല, അതൊരു താങ്കൾ സർക്കാരിന്റെ നേരത്തെ പറഞ്ഞ പോലെ ബാധ്യതയല്ലേ? ഇടതുപക്ഷം സർക്കാരിന്റെ ഒരു അവഗണിക്കുകയല്ല സർക്കാരിന്റെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്വവും സർക്കാരിന്റെ കടമയും കൂടിയാണെന്ന് അല്ല, പറയൂ. കടമയിൽ അതായത് പരാജയപ്പെട്ടില്ലല്ലോ എന്നുള്ളതോ? ചെയ്യുന്നതിനെ എല്ലാം ഉം. ഞങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു ഇന്ദ്രജാലം, ഞങ്ങളെ കൊണ്ട് മാത്രം സാധിക്കുന്ന മാജിക് എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതിനപ്പുറം ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ, കേരളത്തിലെ ജനങ്ങൾ അല്ല, വിശ്വാസത്തോടെ തെരഞ്ഞെടുത്ത ഒരു ശ്രീ സർക്കാർ പൊടിപ്പാറ, എന്തുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടുകൂടാ? ചെയ്യുന്നതൊക്കെയും എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടുകൂടാ? കഴിയുന്ന എൻ്റെ കാര്യം, ചോദ്യം. ഞങ്ങൾ മാത്രം ചെയ്ത നിശ്ചയമായി അവർ കാര്യം അവകാശപ്പെടില്ലേ? എന്നൊക്കെ കാരണം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരു അനുഭവം എവിടെ പറയാൻ കഴിയും എന്ന പ്രശ്നമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കേരളത്തിന്റെ ചോദിച്ചോട്ടെ, ഒരു ഉദാഹരണം ഇതേ കൂടി കേരളത്തിന്റെ പറയാം. ഇപ്പൊ ദേശീയപാത വികസന എടുക്കാം. സമ്പന്നമായിട്ട് ദേശീയപാത നിൽക്കുന്ന വികസനം താങ്കളുടെ എന്നുള്ളത് ഉദാഹരണത്തിൽ പൂട്ടിപ്പോയതല്ലേ? ഞാൻ അത് പുനരെടുത്തില്ലേ? അത് പൂർത്തീകരണത്തിലേക്ക് പോകുന്നില്ലേ? എന്തുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിനുവേണ്ടി എടുത്ത ഇച്ഛാശക്തിയെ ആ മുന്നണിക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാട്ടിക്കൂടാ? അതിന് പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ ചോദ്യം. ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? പറഞ്ഞോളൂ. നമ്മൾ തമ്മിൽ മാത്രമാണ് സംസാരം, അതുകൊണ്ടാണ്. ഞങ്ങൾ ഇത്രയെല്ലാം ചെയ്തിട്ടും ഇതൊന്നും ജനം വേണ്ട വിധം ഗവനിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ജനം ഞങ്ങൾക്ക് തരേണ്ട ഒരു അംഗീകാരം, ഞങ്ങൾക്ക് തരേണ്ട ഒരു സ്നേഹം, ഞങ്ങൾക്ക് തരേണ്ട ഒരു രാഷ്ട്രീയ എന്താ പറയാ, ആ ഒരു 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 ഇത് കിട്ടിയില്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ജനം ഇങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് താങ്കളെ പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റിന്റെ ആ കാഴ്ചപ്പാട്. കാരണം നമ്മൾ ഉദാഹരണങ്ങൾ, വസ്തുതകൾ വെച്ച് പരസ്പരം സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ രണ്ടാളുകൾ തമ്മിൽ വസ്തുതകൾ വെച്ച് ഉദാഹരണ സഹിതം പരസ്പരം സംസാരിക്കുന്നതിനെ ആ മുന്നണിക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടെന്ന് തരത്തിൽ താങ്കൾ കാണുന്നുവെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വസ്തുതകൾ വെച്ചാണ് താങ്കളോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൽ പെശകുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം, കൊച്ചിൻ മെട്രോ, അതുപോലെ തന്നെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിട്ടത്, കണ്ണൂർ വിമാനത്താവളത്തിന്റെ തുടക്കം കുറിച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തും ഇത് പറയാനുണ്ട്. ഒരു ഭരണകൂടമാവുമ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാരുകൾ കാലാകാലങ്ങളിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ഷേമ കാര്യങ്ങളിൽ, കരുതലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന് ഒരു പ്രത്യേക ഒരു ആനുകൂല്യം കിട്ടി. ആ ആനുകൂല്യം എന്ന് പറയുന്ന ലോകം അന്ന് വരെ കാണാത്ത ഒരു വലിയ എപ്പിഡമിക്കിന്റെ മധ്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും അവർക്ക് കരുതലും അവർക്കൊരു വിശ്വാസവും പകർന്ന് ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളൊരു ബോധ്യം ഒരു കാര്യം കൂടി സർക്കാരുകൾ. പക്ഷെ ആ ബോധ്യം ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ശരത്തെ. അതാണ് പ്രശ്നവും. ശരി, ഞാൻ ചോദിക്കുന്നു, ഈ വികസനത്തിന്റെ കാര്യത്തിൽ അതൊരു ആത്മവിശ്വാസം നിങ്ങൾ സ്വയം നടത്തണം. താങ്കൾ പറയുന്ന രാഷ്ട്രീയ വിമർശനത്തിന് ആ മുന്നണിയുടെ ആളുകൾ പറയട്ടെ. ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് താങ്കൾ പൊടുന്നനവെ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇതാണ് വിഷയമെന്ന് മനസ്സിലാക്കിയ ആളല്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചതുമാണ്. ഞാൻ അതുകൊണ്ടാണ് വികസനം, ഗുഡ് ഗവേണൻസ്, ഞാൻ ആവർത്തിച്ചു പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ചർച്ചയുള്ളതല്ലേ. ഞാൻ ചോദിച്ചതിൻ്റെ ചോദ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ഈ കാലയളവിൽ, ഈ കാലഘട്ടത്തിൽ വോട്ടർമാർക്ക് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ താങ്കൾ പറഞ്ഞു മുൻകാലങ്ങളിലുമൊക്കെ ഉണ്ട്. കേരളം ഈ പറയുന്ന പോലെ 2016 പൊട്ടിമുളച്ചതൊന്നുമല്ല, നിശ്ചയമായുമല്ല. ഒരുപാട് എല്ലാ സർക്കാരുകളും ആ കാലയളവിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഈ ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോൾ താങ്കൾ മെട്രോയെക്കുറിച്ച് പറയുമ്പോൾ LDF UDF സർക്കാരുകൾ, അല്ലെങ്കിൽ LDF UDF അവരുടെ പ്രതിനിധികൾ പറയാറില്ലേ അവരവരുടെ സർക്കാരുകളുടെ കാലത്തെ ആശയങ്ങൾ. ഇപ്പോൾ വിഴിഞ്ഞം VS അച്യുതാനന്ദൻ്റെ കാലത്ത് മുന്നോട്ട് പോയതിനെക്കുറിച്ച് പറയുന്നില്ലേ? മെട്രോയുടെ കാര്യം പറയുമ്പോൾ EK നയനാർ സർക്കാരിൻ്റെ കാലത്ത് രൂപപ്പെട്ട ആശയമെന്ന് ഇടതുമുന്നണി പറയുന്നില്ലേ? അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരാണത് കൈകാര്യം ചെയ്തത്. അതിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ചോദിച്ചതല്ല സർ, തുടർഭരണം മലയാളിക്ക് ഒരു അനുഭവമായിരുന്നു. ആ തുടർഭരണ കാലയളവിൽ ഏറ്റെടുത്ത വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അതേ കാലയളവിൽ പൂർത്തീകരിച്ച് കാട്ടിക്കൊടുത്ത ഒരനുഭവം, അത് കേരളത്തിന് പുതിയതല്ലേ? അത് കേരളത്തെ സംബന്ധിച്ച രാജ്യത്തിൻ്റെ തന്നെ കാഴ്ചപ്പാട് മാറ്റും വിധത്തിലേക്കുള്ള ഒരു സാഹചര്യമായിരുന്നില്ലേ കിഫ്ബി പോലൊരു സംവിധാനത്തെ നമ്മൾ രൂപപ്പെടുത്തിയത്? ഇപ്പോൾ മോദി സർക്കാർ എത്രയൊക്കെ തരത്തിൽ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾക്കൊന്നും തമ്മിൽ തർക്കമില്ലല്ലോ. അപ്പോഴും നമ്മൾക്ക് വികസനം തടസ്സപ്പെട്ടു പോകാതെ ഒരു കേരളത്തെ പുതുതായി തന്നെ രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് താങ്കളോട്. അത് ആ നിലയിൽ ജനങ്ങളുടെ മുമ്പിലുണ്ടോ? മറുപടി പറയുന്നത് എന്തുകൊണ്ട്, എന്റെ ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ. ഇത്രയധികം ഒന്ന് താങ്കൾ പറയുന്നതിന് ഒരു ഒന്നാമത്തെ മറുപടി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു തുടർഭരണം കിട്ടിയിട്ട് വാഗ്ദാനം ചെയ്തതൊക്കെയും നടപ്പിലാക്കാനുള്ള ഒരു അവസരം കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ ഒരു മുന്നണിക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തില് തുടർഭരണം കിട്ടിയിട്ട് പറഞ്ഞത് അത്രയും പ്രാവർത്തികമാക്കി പുതിയൊരു മാതൃക തന്നെ തീർക്കാൻ കഴിഞ്ഞൊരു സർക്കാർ ഇതിനു മുമ്പ് ഇല്ല എന്ന് പറയുമ്പോൾ, തുടർഭരണം കിട്ടിയ ഒരു സർക്കാർ ഇതിന് മുമ്പ് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല. മറിച്ച്
നിങ്ങൾ കുറെ അധികം കാര്യങ്ങൾ ക്ഷേമ പ്രവർത്തനത്തില്, ഗ്രാമീണ വികസനത്തില്, ആശുപത്രികളുടെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഈ കിഫ്ബി വഴിക്ക് കുറേയേറെ വികസനം ഓഫ് ബജറ്റ് ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു സാധാ ഒരു ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം, സത്യത്തിൽ നിങ്ങൾ കിഫ്ബി വഴിക്ക് നടപ്പാക്കിയ പദ്ധതികളെല്ലാം തന്നെ ശരിക്കും കാണത്തക്ക രീതിയിൽ ഗ്രാമീണ മേഖലയിൽ റോഡായും സ്കൂൾ കെട്ടിടങ്ങളായും ആശുപത്രി മന്ദിരങ്ങളായിട്ടും ഒക്കെ നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ സാമാന്യ ജനത്തിന്, എന്തുകൊണ്ട് സാധാരണ ജനത്തിന് അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നില്ല? അങ്ങനെയെങ്കിൽ ഇതിനെയെല്ലാം മറികടക്കുന്ന മറ്റെന്തൊക്കെയോ കുഴപ്പങ്ങൾ ഈ സർക്കാരിനുണ്ട്. ആ കുഴപ്പങ്ങൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് ജയ്ക്ക് കൂടി വരാം, പുടിപ്പാറയിലേക്ക് വരാം. ജയ്ക്ക് കൂടി നമ്മൾക്കൊപ്പം ചർച്ചയിലേക്ക് എത്തുകയാണ്. ജയ്ക്ക്, അദ്ദേഹം പറഞ്ഞു നിർത്തിയത്, മാധ്യമപ്രവർത്തനായിട്ടുള്ള ശ്രീ പൊടിപ്പാറ പറഞ്ഞു നിർത്തിയത്, ഇത്രയേറെ വികസനങ്ങൾ നടത്തി എന്ന് ഊറ്റം കൊള്ളുന്ന മുന്നണിക്ക് എന്നിട്ടും എവിടെയോ ജനങ്ങളുടെ ആ ഒരു പിന്തുണ ആർജിക്കുന്നതിൽ പിന്നോട്ടടി സംഭവിക്കുന്നുവെങ്കിൽ അതിന് മറ്റു കാരണങ്ങളുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ വശം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാൻ പൊതുവായി ചർച്ച തുടങ്ങി വെച്ചത്, ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് ഈ കാലത്ത് സർക്കാരുകളെ വിലയിരുത്തുന്നതിൽ ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഗുഡ് ഗവേണൻസ്, നല്ല ഭരണം കാഴ്ചവെക്കുന്നു എന്ന് സർക്കാരും സർക്കാരിനെ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയും പറയുമ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ തുടങ്ങി വെച്ചത്. അതിൽ ഒരുപാട് പദ്ധതികൾ, ഇപ്പോൾ കുമ്പിച്ചൽ കടവ് പാലത്തെക്കുറിച്ച് സംസാരിച്ചു, കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ ആശുപത്രിയെക്കുറിച്ച് സംസാരിച്ചു, തൊട്ടപ്പുറത്ത് അങ്ങനെ ഓരോന്നും ഒക്കെ സംസാരിച്ച് ഞങ്ങൾ വരികയായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇതുവരെ സംസാരിച്ചപ്പോൾ വന്നത്. അതിൽ വിമർശനപരമായ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൻ്റെ ഒരു ഭാഗം ജയ്ക്കിന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറുപടി എന്താണ്? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ അത്ഭുതകരമായ പുതിയ നേട്ടങ്ങൾ അത് എഴുതി ചേർക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ നാടാകെ കടന്നു പോകുന്നത്. ഇന്ന് മാത്രം ഇപ്പോൾ കൂമ്പിച്ചൽ കടവ് പാലത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 800 കോടിയോളം രൂപയുടെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരമൊരു അനുഭവം ഭൂതകാല കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിൽ തുടർഭരണമില്ലാതെ വന്നിരുന്ന UDF ഗവൺമെൻറ്റുകളുടെ കാലയളവിൽ പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഖണ്ഡിതമായി അന്ധമായ രാഷ്ട്രീയ വിരോധമില്ലാത്ത UDFകാർക്ക് പോലും പറയാൻ കഴിയും ഇല്ല എന്നുള്ളത്. കേരളം അപ്രായോഗികമെന്ന്, അസാധ്യമെന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും വിലയിരുത്തപ്പെട്ട പദ്ധതികളുടെ ഇതിഹാസ സമാനമായ പൂർത്തീകരണത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷേ അതിനോട് അല്പം വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടെ ആദരണീയനായ പാനലിസ്റ്റ് നമ്മുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്, ഇത്ര വലിയ നേട്ടങ്ങൾ, ഇത്ര വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു, അതിനെ അദ്ദേഹം പാതി മനസ്സോടുകൂടെയെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അല്ലെങ്കിൽ അനർഹമായൊരു പരാജയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടതായി വന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തൊക്കെയോ കുഴപ്പങ്ങളില്ലേ? ഇതാണോ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ രത്നച്ചുരുക്കം. ആ ചോദ്യത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ നേട്ടങ്ങൾ, വിസ്മയകരമായ ക്ഷേമ പദ്ധതികൾ, അപ്രായോഗികമെന്ന് പലരാലും വിലയിരുത്തപ്പെട്ട കാര്യങ്ങളുടെ അഭിമാനകരമായ പൂർത്തീകരണം, ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ചിലയിടങ്ങളിലെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു? അത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ്? വികസനത്തെ സംബന്ധിച്ച് ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ UDF തയ്യാറായിരുന്നില്ല. മനുഷ്യരുടെ മുന്നേറ്റത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലയളവിലെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ളൊരു സംവാദത്തിന് UDF തയ്യാറായിരുന്നില്ല. ലീഗും കോൺഗ്രസും സകല അവിശുദ്ധ വർഗീയ സഖ്യങ്ങളുടെയും പിന്തുണയോടുകൂടെ ശ്രമിച്ചത് എന്താണ്? പച്ചക്കള്ളങ്ങളെ അഭിരമിക്കുക, ഏതു ഹീനമായ മാർഗം ഉപയോഗിച്ചും നുണപ്രചരണം നടത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പാനന്തരം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട രാഷ്ട്രീയ കാഴ്ച അതിൻ്റെ ഉദാഹരണങ്ങളല്ലേ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. 3 പേരുകളെ, സ്ഥലനാമങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂര്, ആ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂര്, കോട്ടയത്ത് കുമരകം, തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ പ്രദേശങ്ങൾ അത്രയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ദിശാസൂചികകൾ കൂടെയാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിക്കുന്നു. ജയിച്ച 50 വാർഡിൽ 41 വാർഡിലും UDF മൂന്നാമത്, ഇടതുപക്ഷം രണ്ടാമത്. എങ്ങനെ സംഭവിച്ചു? ഏതു കരാറിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു? എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വോട്ട് ഷെയറിന്റെ വ്യത്യാസം ആ കോർപ്പറേഷന്റെ ഭാഗമായി ഉണ്ടായി? അത് സ്വാഭാവികമായി സംഭവിച്ചതല്ലോ, അത് വരുത്തി വെച്ചതാണ്.
അത് മുൻകൂട്ടി നിശ്ചയിച്ച ധാരണകളുടെയും നീക്കുപോക്കിന്റെയും അടിസ്ഥാനത്തിൽ ഏത് വഞ്ചക സഖ്യത്തിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും വർഗീയത പറയുന്ന ഏത് അധമന്റെ കാലു തിരുമിയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയാൽ മതി എന്ന സമീപനത്തിലേക്ക് കേരളത്തിൽ ലീഗും കോൺഗ്രസും നേതൃത്വം നൽകുന്ന വഞ്ചക വലതുപക്ഷം നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് സംഭവിച്ചതല്ലേ മറ്റത്തൂരിൽ 10 പേർ ഇടതുപക്ഷത്തിന്, 8 പേർ കോൺഗ്രസിന്, 4 പേര് BJPക്ക്. എന്ത് ചെയ്യുന്നു? 8 കോൺഗ്രസുകാർ രാജിവെച്ച് BJP ആഭിമുഖ്യം രേഖപ്പെടുത്തി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നു. ചൊവ്വന്നൂരിൽ ചെല്ലുമ്പോഴോ അവിടെ BJP ഇല്ല, അപ്പൊ SDPI ഉണ്ട്, കൈവെട്ട സംഘത്തിന്റെ കേരളീയ രൂപം. SDPI എങ്കിൽ SDPI-കാരന്റെ കാലു തിരുമിയിട്ട് ചൊവ്വന്നൂരിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നു. കോട്ടയത്ത് കുമരകത്ത് കോൺഗ്രസും BJPയും സഖ്യകക്ഷിയായിട്ട് മത്സരിച്ചു. ആദരണീയനായ മാധ്യമ പ്രവർത്തകൻ പൊടിവാറയ്ക്ക് അറിയാൻ കഴിയാത്ത സ്ഥലമല്ലല്ലോ കുമരകം. ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയ പ്രത്യേകത എന്താണെന്നും വോട്ടിംഗ് പാറ്റേൺ എന്താണെന്നും ഏത് പാർലമെന്റ്, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആ പ്രദേശം ആരോടൊപ്പമാണ് നിലയുറപ്പിച്ചതെന്നും അല്പജ്ഞാനമുള്ള നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ. പക്ഷെ അവിടെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? 2-3 ആളുകളുള്ള RSSന്റെ കാലു തിരുമിയിട്ടാണെങ്കിലും വേണ്ടില്ല, സംയുക്ത മുന്നണിയായി മത്സരിച്ച് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൽ മതി. ഇതായിരുന്നില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പാനന്തരം കേരളം കണ്ട രാഷ്ട്രീയ അശ്ലീല കാഴ്ച? അപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ്, ഇത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടിട്ടും മനുഷ്യ മുന്നേറ്റത്തിന്റെ അത്ഭുതകരമായ മഹാഗാഥകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടും ഏതു കാര്യമാണ് കേരളത്തിൽ കുറച്ചു വിഭാഗത്തെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുമാർ UDF സ്വീകരിച്ച സമീപനം? SIR നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പാണ് 2000 രൂപയുടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ വർധനവ് എന്ന പച്ചക്കള്ളം യാതൊരു ഉളുപ്പുമില്ലാതെ മലബാറിലും മലപ്പുറത്തും പ്രചരിപ്പിച്ചവരാരാണ്? കേരളത്തിലെ UDF അല്ലേ, ലീഗല്ലേ? SIR-നെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. അതിനെതിരെ പോരാടിയ പാർട്ടിയുടെ പേര് CPIM ആണ്. പൗരത്വം ഉറപ്പാക്കാൻ നേറ്റിവിറ്റി കാർഡ് എന്ന ഇന്ത്യൻ പദം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. NPR നടപ്പിലാക്കില്ല എന്ന് വീണ്ടും വിജ്ഞാപനം ഇറക്കിയ നാടാണ് കേരളം. ആ കേരളത്തിൽ ഇടതുപക്ഷത്തെ ഈ മനുഷ്യർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ ഈ കള്ളങ്ങളും നുണകളും അഭിരമിച്ചത്? ന്യൂനപക്ഷ സമൂഹത്തിന്റെ അടുക്കൽ പോയി പറയും കേരളത്തിൽ CPIM-ഉം ഇടതുപക്ഷവും ഭൂരിപക്ഷ പ്രകടനം നടത്തുന്നു. ഭൂരിപക്ഷ സമുദായങ്ങളുടെ അടുക്കൽ പോയി പറയുന്നു കേരളത്തിൽ CPIM-ഉം ഇടതുപക്ഷവും എന്ത് ചെയ്യുന്നു? ന്യൂനപക്ഷ പ്രകടനം നടത്തുന്നു. ഇങ്ങനെ മാറി മാറിയുള്ള കള്ളങ്ങളിലും നുണകളിലും അഭിരമിച്ചു. അത് മാത്രം പ്രചാരണായുധമാക്കി. അപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഭവന സന്ദർശനം പരിമിതികളോടുകൂടെയെങ്കിലും പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതികരണം എന്താണ്? പശ്ചാത്താപത്തോടുകൂടെ കുറ്റമേറ്റ് പറയുന്നു, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ നുണകളിൽ, ഈ കള്ളങ്ങളിൽ, ഈ പ്രചരണങ്ങളിൽ ചില ആളുകളിലും വശംവദരായി പോയിട്ടുണ്ട്. പക്ഷെയോ ഞങ്ങൾ മനസ്സിലാക്കുന്നു കേരളം ആവേശത്തോടുകൂടെ ആ തെറ്റുതിരുത്താൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഒറ്റക്കാരോട് പറഞ്ഞ് ഞാനെന്റെ ഭാഗം അവസാനിപ്പിക്കാം. ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ വയനാട് നിന്ന് ഇന്ന് കോഴിക്കോടേക്ക് വന്നു. ഞാൻ കീഴരിയൂരിൽ കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താ ഉണ്ടായ അനുഭവം? ആ വയനാടാണ് കേരളത്തിലെ കോൺഗ്രസും കർണാടക കോൺഗ്രസും വയനാട് MP-യും മാവേലിക്കര ജയിലിൽ കിടന്ന യൂത്ത് കോൺഗ്രസിന്റെ അവിഭക്ത നേതാവും ചേർന്നിട്ട് ലക്ഷങ്ങൾ കോടികൾ പിരിച്ചു പറ്റിച്ചു, കട്ടുമുടിച്ചു. വയനാട്ടിലെ സാധാരണക്കാരന്റെ പേര് പറഞ്ഞ് ലക്ഷങ്ങൾ കോടികൾ മലയാളികളുടെ കയ്യിൽ നിന്ന് പിരിച്ചു. ഈ ഒരു കല്ലിട്ടോ കഴിഞ്ഞൊരു 15 സഖാവ് പിണറായി ഏതു പദ്ധതി ഉദ്ഘാടനം ചെയ്താലും ഇത് ഞങ്ങളുടെ അപ്പൂപ്പനിട്ട കല്ലാണ്, ഇത് ഞങ്ങളുടെ അമ്മൂമ്മ കണ്ട സ്വപ്നമാണ്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വയനാട് ഒരു കല്ലിട്ടോ കേരളത്തിലെ കോൺഗ്രസ്? ഈ തസ്കര സംഘത്തിന്റെ കയ്യിൽ ഭരണം വേണം എന്നാണ് കേരളത്തിലെ UDF ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, ഇല്ലേ? ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മലയാളി വിലയിരുത്തട്ടെ. ഈ നുണകളെ, ഈ കള്ളങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള പ്രചരണത്തിന് തന്നെയാണ് ഇപ്പോൾ CPIM ഇടതുപക്ഷം നേതൃത്വം നൽകുന്നത്. ആ തുറന്നു കാട്ടപ്പെട്ടതിന് ശേഷം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മലയാളി വിലയിരുത്തട്ടെ ആരു തങ്ങളെ നയിക്കണം. ശരി, ഞാൻ പൊടിപ്പാറയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ ഈ കാലത്തെ തുടർഭരണം കിട്ടുമ്പോൾ, നേരത്തെ പറഞ്ഞ കാര്യമാണ്, തുടർഭരണം കിട്ടുമ്പോൾ ഉത്തരവാദിത്തത്തോടെ ജനങ്ങളോട് പറഞ്ഞത് പൂർത്തീകരിക്കുക എന്നുത്തരവാദിത്തമുണ്ട്. അത് പൂർത്തീകരിക്കുന്നത് ഒരു കേവലമായ കാര്യം എന്ന നിലയ്ക്ക് മാത്രം കാണാവുന്നതാണോ എന്നൊരു ചോദ്യം നിശ്ചയമായും അവിടെയുണ്ട്. അതിലിപ്പോൾ ഉദാഹരണം ചെല്ലാനം. എല്ലാ കാലത്തെയും മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ബീറ്റായിരുന്നു ചെല്ലാനത്തെ, മഴക്കാലത്തെ, മൺസൂൺ കാലത്തെ ജനങ്ങളുടെ ദുരിതത്തിൻ്റെ. ആ ചെല്ലാനത്തിൻ്റെ മാറ്റം ഒരു ദൃശ്യങ്ങൾ സഹിതം ചില കാര്യങ്ങൾ, ചെല്ലാനത്തിൻ്റെ മാറ്റം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്ര റീലുകളിലൂടെ നമ്മൾ കണ്ടുവരുന്ന കാഴ്ച തന്നെയാണിത്. ടെട്രാപോഡ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വലിയ തോതിൽ ആ ഭാഗത്തെ ജനജീവിതത്തെ മാറ്റി. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ലൈഫ് വീടുകൾ നോക്കാം. മികച്ച വീടുകൾ, മികച്ച പാർപ്പിടങ്ങൾ എന്നുള്ളതാണ്. ഭവന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ
ഏറ്റവും മാതൃകാപരമായി വളരെ മനുഷ്യാന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഭവന പദ്ധതി എന്ന ഒരു ആശയത്തിലേക്ക് പോയില്ലേ? ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭവന പദ്ധതിയുടെയൊക്കെ അവസ്ഥ ബീഹാറിലൊക്കെ പോയ മലയാളി മാധ്യമ പ്രവർത്തകർ തന്നെ ജനങ്ങളുമായി പങ്കുവച്ചതാണ്. അത് 5 ലക്ഷത്തിലേക്ക് അത് കടക്കാൻ പോവുകയാണ്. ഈ നിലയിൽ അത് നിൽക്കുന്നു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷേമ പെൻഷൻ എന്നുള്ളത് ആ നിലയിൽ പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന ഒരനുഭവം വേറെ. വയനാടിൻ്റെ കാര്യത്തിൽ വയനാട് മാർച്ച് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ മോഡൽ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി വീടുകൾ കൊടുക്കാൻ പോകുന്നു. ജയ്ക്ക് ചോദിച്ച പോലെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് എവിടെ കിടക്കുന്നു എന്നൊരു പ്രധാന ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല എന്ന പ്രശ്നം നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ അനുഭവങ്ങളായി നിൽക്കുമ്പോൾ ശ്രീ പൊടിപ്പാറ, ജനങ്ങൾക്ക് മുമ്പിൽ ഈ വികസനം തുടരണമോ എന്നത് ജനങ്ങൾക്ക് മുമ്പിലെ ഒരു വിഷയമാണോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഈ വികസന മാതൃകകൾ അല്ലെങ്കിൽ ഈ വികസനത്തിന്റെ ഒരു 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 എന്താ പറയാ, ആ വികസനം തുടരണമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ വികസനം ഇനിയിപ്പോ UDF അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കേരളം കണ്ട സമാനതകളില്ലാത്ത വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ഈ 5 വർഷക്കാലത്തിനുള്ളിൽ ഇടതുമുന്നണിക്ക് ചെയ്യാൻ കഴിഞ്ഞതെങ്കിൽ കണക്കുകൊണ്ടും കാര്യം കൊണ്ടും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളിൽ മുന്നോട്ട് വരച്ചിട്ടുകൊണ്ട് ആ രീതിയിലൊരു പ്രചരണം നടത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചോദിച്ചു നോക്കുകയാണ്. അല്ല, അതിന്റെ വിശദീകരണമല്ലേ ജയ്ക്ക് തന്നത്? താങ്കൾ ചോദിച്ച ആ രാഷ്ട്രീയ സംശയത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇത് എത്തുന്നതിനുണ്ടായിട്ടുള്ള ചില തടസ്സങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ, ചില നുണപ്രചാരണങ്ങൾ അതിനെ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. ജയ്ക്ക് സംസാരിച്ചപ്പോ ജയ്ക്ക് എന്താ പറയാ, ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ അതായിരുന്നു. അനർഗളമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുലാസം എങ്ങനെ നിർഗളിപ്പിക്കാൻ കഴിയും. ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അങ്ങ് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചതിന് ജയ്ക്ക് മറുപടി പറഞ്ഞില്ലെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. താങ്കൾ പറഞ്ഞ സംശയത്തിന് ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ജയ്ക്ക് പറഞ്ഞത് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട്, ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ജയ്ക്കിനെ പോലെ ആ പാർട്ടിയുടെ ഒരു വക്താവിന് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ അതിന്റെ എന്താ പറയാ കളർഫുൾ, അതായത് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ആ വശങ്ങൾ, ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ അവർ വിശ്വസിക്കുന്ന അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കേണ്ടതും അതാണ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നതും. ഞാനിവിടെ ഉന്നയിക്കുന്ന കാര്യം, ഞാനൊരു വക്താവായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. എന്റെ ചോദ്യം ഒരു സാധാരണ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നിന്ന്, അല്ലെങ്കിൽ സംശയാലുവായ അല്ലെങ്കിൽ അന്വേഷണ ഒതുകിയായ ഒരു മാധ്യമ പ്രവർത്തകന്റെ കണ്ണിൽ അല്ലെങ്കിൽ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും വരച്ചിടുന്ന ഈ മനോഹരമായ ഒരു ചിത്രം ഉണ്ടല്ലോ, ഈ വികസനത്തിന്റെ ഈ പൂക്കാലം, വസന്തകാലം, കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത, ഇനി ഒരുപക്ഷെ അത്രത്തോളം വേഗതയിൽ കാണാനിടയില്ലാത്ത അതിമനോഹരമായ ഒരു നേട്ടങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു മുന്നണിക്ക് എന്തുകൊണ്ട് ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ആ മുന്നണിക്ക് ഈ നേട്ടങ്ങൾ മാത്രം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്നില്ല? അവിടെ എന്റെ ചോദ്യം, ജയ്ക്ക് പറഞ്ഞു സത്യത്തിൽ അവിടെ എന്റെ ചോദ്യം ശ്രീ പൊടിപ്പാറയോട്, യഥാർത്ഥത്തിൽ ഈ വികസന പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആത്മവിശ്വാസമില്ലാത്തത് പ്രതിപക്ഷത്തിനല്ലേ? സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷത്തിന് വലിയ ആർജവത്തോടെ വസ്തുതകൾ നിരത്തി ഖണ്ഡിക്കാനോ എതിർക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ബദലെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 10 വർഷക്കാലത്തിനിടയിൽ കിഫ്ബി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായി കേരളത്തിൻ്റെ മുമ്പിൽ മാറിയിട്ടും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന് ഇതിനെ ഒരു ഘട്ടത്തിൽ 21-ൽ പറഞ്ഞു, ഞങ്ങൾ അവസാനിപ്പിക്കും, ലൈഫ് മിഷൻ അവസാനിപ്പിക്കും. ബദൽ എന്ത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഈ വികസന സമീപനത്തെ ശരിയായി എതിർക്കാൻ, വസ്തുതാപരമായി ഖണ്ഡിക്കാൻ നാളിതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ വസ്തുതാപരമായി ഖണ്ഡിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, സർക്കാരിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങളെ ശരത്ത് കാണുന്നു. പറഞ്ഞതിലൊരു അപാകതയുണ്ട്. എന്താണെന്നറിയോ? അപാകതയുണ്ട്. എന്താണെന്നറിയോ? ഈ നാട് ഭരിക്കുന്ന ഒരു സർക്കാർ അവരുടെ വികസനത്തെ സംബന്ധിച്ച ഒരു കൃത്യമായ പിക്ചർ വെച്ച് ഞങ്ങൾ ഇതിന് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. അവിടെയാണ് ചോദിക്കുന്നത്, പ്രതിപക്ഷം അതിന് തയ്യാറാകുന്നുണ്ടോ? ആ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ സാധ്യത ഈ ബജറ്റ് സമ്മേളനമായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആ ബജറ്റ് സമ്മേളനത്തിൽ ഒരു തവണ പോലും, ഇപ്പോൾ അഷ്വേഡ് പെൻഷൻ സർക്കാർ അവതരിപ്പിച്ചു. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കാർക്കെങ്കിലും അറിയാമോ? പങ്കാളിത്ത പെൻഷന് പകരമായി അഷ്വേഡ് പെൻഷൻ വരുന്നു. സ്ത്രീകൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ പുതിയ സ്കീം ഇന്ന് തുടങ്ങി. 10 ലക്ഷത്തിൽ പരം അക്കൗണ്ടുകളിലേക്ക് പണമെത്തി. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. മുനിസിപ്പൽ ബോണ്ട്,
ഇതിലൊക്കെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്താ? കിഫ്ബിയെ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ എന്താണിതാ ഞങ്ങളുടെ ബദൽ ഇതാണ് എന്നിനി തെരഞ്ഞെടുപ്പിന് എത്ര മാസമുണ്ട്? അപ്പോൾ ഇത് പറയാൻ കഴിയുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അവതരിപ്പിക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുന്നിലല്ലല്ലോ, കേരള സമൂഹത്തിന്റെ മുന്നിലല്ലേ ഈ നേട്ടങ്ങളുടെ പട്ടിക. അല്ല, അവിടെ പ്രതിപക്ഷം ഉണ്ടല്ലോ. ഈ മനോഹരമായ ചിത്രം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷം അംഗീകരിക്കുന്നോ ഇല്ലയോ അല്ലല്ല, നോ, ബദൽ എന്തെന്നാണ് എൻ്റെ ചോദ്യം. ബദൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു എന്നാണ്. ബദൽ എന്തെങ്കിലും ആവട്ടെ. അതെങ്ങനെയാണ് ഒരു കൂട്ടർ, അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതല്ലേ താരതമ്യം എന്ന് പറയുന്നത്? ബദൽ എന്തെങ്കിലും ആവട്ടെ എന്ന് ജനം പറയുമോ? ശരത്തെ, പ്ലീസ് ഒരു കാര്യം ഞാനൊന്ന് പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടിരുന്നാൽ അതിനകത്തൊരു മറുപടി പറയാൻ പറ്റില്ല. എന്റെ മെയിൻ ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? നിങ്ങൾ ആരെയാണ്, ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്? കേരളത്തെ ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, കരുതൽ, ഇതെല്ലാം നിങ്ങൾ ജനത്തിനാണ് നൽകുന്നത്. ആ ജനമാണ് ആത്യന്തികമായിട്ട് ഇത് അംഗീകരിക്കേണ്ടത്. അല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം അല്ല, ലോകത്തെ ഒരു പ്രതിപക്ഷവും സർക്കാരിന്റെ നേട്ടങ്ങൾ ഗംഭീരമാണെന്ന് ഇങ്ങനെ പറഞ്ഞില്ല സർ. അങ്ങനെ ഒന്നുമല്ല എൻ്റെ ചോദ്യം. സോറി, ഞാൻ അങ്ങനെ ഒന്നുമല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എന്താണ്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിലാണ് ഇതൊക്കെ മാറ്റുരയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് കേരളം ഓരോ ദിവസവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ വികസനത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കില്ലേ? അവർക്ക് എന്താണ് ബദൽ ഇക്കാര്യത്തിൽ വരുന്നില്ല. ഞാൻ നേരത്തെയും ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ ഒരു പരാജയമാണെന്നോ, കേരളത്തില് പെൻഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ മറ്റു പല സർക്കാരുകളേക്കാൾ പുറകിലാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ അവകാശവാദങ്ങൾ എന്താ പറയാ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് സ്വയം വിലയിരുത്താൻ അറിയാം. അവർക്ക് മുമ്പ് കിട്ടിയത് എത്ര, ഇപ്പൊ കിട്ടിയത് എത്ര, അവരുടെ മുമ്പിലുള്ള അവസ്ഥ അവർക്കറിയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിനെ മറികടക്കുന്ന എന്താണ് ഈ സർക്കാരിന്റെ നേട്ടങ്ങളെ മേൽ ഈ കരിനിഴൽ പരത്തുന്നത്? ഒന്ന്, ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത് വികസനം ഇല്ലാത്തതല്ല, ഈ പറഞ്ഞ ക്ഷേമമില്ലാത്തതല്ല, മറിച്ച് സർക്കാർ പല കാര്യങ്ങളിലും നിലപാടുകളിൽ ഒരു കൺസിസ്റ്റൻസി പുലർത്തുന്നില്ല. സർക്കാരിന്റെ നിലപാട് മാറ്റം അവർക്ക് ബോധ്യപ്പെടാത്ത സർക്കാർ പലപ്പോഴും നിലപാട് മാറ്റുന്നു. ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിലപാട്, ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാട്, ഒരു തൊഴിലാളി നിലപാട്, ആ നിലപാടിന് അപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റു പലതിലേക്കുമാണ് ഈ സർക്കാർ പോകുന്നത്. സർക്കാരിന്റെ പല നിലപാടുകളും വികസനത്തിലുള്ള നേതാക്കൾക്ക് പോലും. ജയിക്കിന്റെ ഒരു മറുപടി ഇവിടെ വേണം. ഞാൻ ശ്രീ കെ ജെ ജേക്കബിലേക്ക് കൂടി പോകുന്നതിന് മുമ്പ് അദ്ദേഹവും എത്തിയിട്ടുണ്ട്. ജേക്കബ്, വികസനത്തിന്റെ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് തർക്കമില്ല, നല്ല വികസനം ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ മറുപടി അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സമീപനങ്ങൾ, നിലപാടുധാരകൾ, അതിലെ ഉറപ്പില്ലായ്മ, അതിലെ വിശ്വാസ്യതക്കുറവ്, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്നാൽ സൂക്ഷ്മതയിൽ ഏതേത് കാര്യങ്ങളിലാണ് ഒരു ഇടതുപക്ഷ മുന്നണിയുടെ സ്വഭാവമില്ലാതെ കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ നിലപാടുകളിൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ അദ്ദേഹത്തിന് ഫീൽ ചെയ്ത ഏത് കാര്യങ്ങളിലാണെന്നുള്ള സൂക്ഷ്മതയിലേക്ക് അദ്ദേഹം പോയതുമില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ തിരികെ പോകുന്നില്ല. ഇന്നിപ്പോൾ 4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ദേശീയ മാധ്യമമായിട്ടുള്ള ഇത് ഹിന്ദു പത്രത്തിൻ്റെ റിപ്പോർട്ടാണ്, അവരുടെ വാർത്തയാണ്. ഹിന്ദു എന്തായാലും ഇടതുപക്ഷ ആഭിമുഖ്യം, CPM-ൻ്റെ മുഖപത്രം, അങ്ങനെ പറയാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. അവരുടെ വാർത്ത കർണാടക സർക്കാരിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ, മലബാറിൽ പ്രത്യേകിച്ച് ലീഗും കേരളത്തിൽ പൊതുവിൽ കോൺഗ്രസും ഒക്കെ കർണാടകയെ കണ്ടുപഠിക്കൂ വിജയ എന്നെല്ലായ്പ്പോഴും നമ്മളെ ഉപദേശിക്കാറുള്ള കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്നുള്ള വാർത്തയാണ്. വാർത്തയുടെ തലവാചകം എത്രയേ ഉള്ളൂ: 3,670 ഗവൺമെൻറ് സ്കൂൾസ് ക്ലോസ്ഡ് ഇൻ കർണാടക ബിറ്റ്വീൻ 2020 and 2026. അതായത് ലളിതമായ മലയാളം, 3617 സർക്കാർ സ്കൂളുകൾ കർണാടകയിൽ ഈ അല്പവർഷങ്ങൾക്കിടയിൽ വീണു, അതിനെ പൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ കാഴ്ചകൾക്ക് നടുവിലാണ് കേരളം നിൽക്കുന്നത്. അങ്ങ് പരിശോധിച്ച് നോക്കാം. വിദ്യാഭ്യാസം, ആരോഗ്യം, വിശപ്പ്, പട്ടിണി എന്ന് വേണ്ട മനുഷ്യസംബന്ധമായ ഏതു മേഖലയും കഴിഞ്ഞൊരു 10 കാലയളവിലെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിലുള്ള കേരളം എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് ഭരിച്ച കർണാടകയും തെലുങ്കാനയും ഹിമാചലും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ കാഴ്ച എവിടെ നിൽക്കുന്നു? there is an alternative എന്ന് ഏത് സംസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത്? ആങ്കർ ചോദിച്ച പ്രസക്തമായ ഒരു വാചകം
നിങ്ങൾക്കുള്ള ബദൽ എന്ത് എന്നുള്ളതാണ്. ബദലിനെ സംബന്ധിച്ചൊരു ഒരു മറുപടിയിലേക്ക് പോകാൻ ബഹുമാനിയായ സെക്രട്ടറി തയ്യാറായിട്ടില്ല, ഇരിക്കട്ടെ. പക്ഷേ ഈ ഇന്ത്യൻ സാഹചര്യത്തിലും, നിരാശജനകമായ ഇന്ത്യൻ സാഹചര്യത്തിലും ബദൽ സാധ്യമാണ് എന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ നോക്കി ഈ നയങ്ങളിൽ പ്രതിഷേധമുള്ള കോൺഗ്രസ്സുകാർക്കടക്കം പറയാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഏതാണ്? ജിഗ്നേഷ് മേവാനി ഏറ്റവും ഒടുവിൽ ചെയ്ത ട്വീറ്റ്, കേരളത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് ധാരയുടെ ഭാഗമായിട്ട് ജനപ്രാതിനിധ്യ സഭകളുടെ അംഗമാണ്. ആ കോൺഗ്രസ്സുകാരനായ ജിഗ്നേഷ് മേവാനി ദർ ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന അഭിമാനത്തോടുകൂടെ വിളിച്ചു പറഞ്ഞത് അങ്ങ് കൺസിസ്റ്റൻസി ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ച കേരളമാണ്. കാരണം എന്താണ്? ഇന്ത്യയിലെമ്പാടും 20,000-ലധികം വരുന്ന സ്കൂളുകൾക്ക് താഴ്വീഴപ്പെടുമ്പോൾ, 10,000-കണക്കിന് അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ ക്ലാസ് മുറികളിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ, അടച്ചുപൂട്ടപ്പെട്ട ഇന്ത്യൻ പൊതുവിദ്യാഭ്യാസ രംഗം തഴച്ചു വളരുന്ന 10 ലക്ഷം കുട്ടികൾ തിരികെ ഒഴുകിയെത്തുന്ന, സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. LPSI, UPSI, HST, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ ചെറുപ്പക്കാരികൾ, ട്രാൻസ്ജെൻഡറുകൾ PSC എഴുതി അന്തസ്സുള്ള വേതനത്തോടുകൂടെ അഭിമാനകരമായി ജോലിക്ക് കയറാൻ കഴിയുമെന്ന് അവർ കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കേരളത്തിന്റെ വിദ്യാഭ്യാസമാണ്. അങ്ങ് പരിശോധിക്ക്, ബദലല്ലേ? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 125-ൽ 102-ാം സ്ഥാനത്താണ് ഇന്ത്യ. പട്ടിണി മരണത്തിൽ ഇന്ത്യ കൂപ്പുകുത്തുകയാണ്. അപമാന ഭാരത്താൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ശിരസ് കുനിയുകയാണ്. ആ ഘട്ടത്തിൽ കേരളം എന്ത് ചെയ്യുകയാണ്? എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ നടത്തിക്കൊണ്ട് ടൈംസ് നൗവിന്റെ ഹെഡിങ് നിർബന്ധമായും മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ സഹപാനലിസ്റ്റ് ഓർമ്മിക്കാതിരിക്കില്ല. ബാനിഷിംഗ് ദ ഫ്ലാഗ്സ് ഓഫ് എക്സ്ട്രീം പോവർട്ടി. അങ്ങനെയാണ് ടൈംസ് നൗ കേരളത്തെ കുറിച്ച് വാർത്ത എഴുതിയത്. ലെഫ്റ്റ് പാരഡൈസ് എന്നാണ് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന എക്കണോമിസ്റ്റ്. അങ്ങേക്കറിയാമല്ലോ എന്നെക്കാൾ നന്നായിട്ട്, എക്കണോമിസ്റ്റ് ഇടതുപക്ഷ ജിഗുവയല്ല, പലപ്പോഴും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയാണ്. എക്കണോമിസ്റ്റ് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിട്ട് എഴുതിയ തലവാചകം ലെഫ്റ്റ് പാരഡൈസ് എന്നാണ്. എന്നിട്ട് ഈ കേരളത്തെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ്? ലോകത്തിന് സ്കാൻഡിനേവിയ എങ്ങനെയാണോ അങ്ങനെ ഇന്ത്യക്ക് മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് ലെഫ്റ്റ് പാരഡൈസ് ആയ കേരളം എന്ന് പറയുകയാണ്. ഇവിടെയാണ് അങ്ങ് കാണേണ്ടത്. ചെറുകാടിന്റെ പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, എന്റെ മുരിങ്ങാമര ചുവട്ടിലിരുന്നിട്ട് നക്ഷത്രങ്ങളെ കാണണം. നമ്മുടെ വീടിന്റെ ഇറയത്തിരുന്നുകൊണ്ട് അങ്ങ് ലോകത്തിലേക്ക് നോക്കുക. ഈ കാര്യങ്ങളിലാകെ തളർച്ച ലോകത്തും ഇന്ത്യയിലും സംഭവിക്കുമ്പോൾ ഇവിടെ ബദൽ സാധ്യമാണ് എന്ന് അച്ചടിച്ചൊരു പുസ്തകത്തിൽ പറയുകയല്ല, ജീവിതങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാക്കുകയാണ്. അല്ലെ? ആ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടരേണ്ടതില്ലേ എന്ന് കേരളം, ഇടതുപക്ഷം, അവിടുത്തെ മനുഷ്യർ ചോദിക്കുന്നത്. ശരി ജേക്ക്, ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്ക് വരാം. ശ്രീ KJ ജേക്കബ് കൂടിയുണ്ട്. ഞങ്ങളുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് ലൈവിലേക്ക് എത്താൻ വൈകിയത്. കൊച്ചിയിലെ തിരക്കിനിടയിൽ പെട്ടുപോയതുകൊണ്ടാണ്. ഞാൻ വരാം സാർ. ശ്രീ പൊടിപ്പാറ വരാം. അദ്ദേഹത്തെ കൂടി ഒന്ന്, കുറച്ച് സമയമല്ലേ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്ന പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്. പാർലമെൻറ്റിൽ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിന് നിതിൻ ഗഡ്കരി കൊടുത്ത ഉത്തരം അത് രേഖയാണ്, തെളിവാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഞാൻ ഈ ഘട്ടത്തിലൊന്ന് അതിൻ്റെ രേഖകളൊന്ന് കാട്ടിക്കൊണ്ടുവരാം. അതിൽ കൃത്യമായി അംഗീകരിക്കുന്നുണ്ട് കേരളം കൊടുത്തത് 5580.74 കോടി രൂപയാണ് എന്ന് വിത്ത് GST എന്ന് പറയുന്നു. അത്രയും പണം മുടക്കിയ മറ്റൊരു സംസ്ഥാനവുമില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഈ മറുപടി രാജ്യസഭയിൽ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറയുന്നുണ്ട്. ഉത്തർപ്രദേശും അതുപോലെ ഹരിയാനയുമൊക്കെ അതിലും എത്രയോ താഴെയാണ്. ഗുജറാത്തിനും മധ്യപ്രദേശിനും ഒന്നും ചിലവാക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതൊക്കെ അതിനകത്ത് നിന്ന് നമുക്ക് വളരെ വ്യക്തമായി വായിച്ചെടുക്കാനും കഴിയുന്ന ഒരു അനുഭവമാണ്. അതൊരു പുതിയ വിവരം. ഏതായാലും വികസനവും നാടും ക്ഷേമവും ഒക്കെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഇന്നത്തെ ഒരു വാർത്തയുടെ ഭാഗമായ ഒരു പ്രധാനപ്പെട്ട വിവരം, കേരളം ദേശീയപാത വികസനത്തിന് ഇത്രയധികം പണം കൊടുത്തു. മറ്റൊരു സംസ്ഥാനവും രാജ്യത്ത് ഇത്രമേൽ കൊടുത്തില്ല. പലപ്പോഴും പല ചർച്ചകളിലും BJP നേതാക്കളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേരളം പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. അതല്ല സത്യം. കേരളം തന്നെയാണ് ആ പണം മുടക്കിയതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് ഈ 10 വർഷത്തെ കാലയളവുമായി ബന്ധപ്പെടുത്തി കൂടി കാണാവുന്നതാണ്. ശ്രീ KJ ജേക്കബ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു കാര്യം ഭരണവിരുദ്ധ വികാരമുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ മറ്റൊന്നാണ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു 10 വർഷം അതൊരു ഭരണ തുടർച്ചയാണ്. മലയാളിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഈ കാലയളവിൽ ഭരണ തുടർച്ചയുടെ ഈ കാലം കൂടി വെച്ചാൽ ഈ വികസനം തുടരണമോ എന്നൊരു ചോദ്യം വോട്ടർമാർക്ക് മുന്നിൽ ഒരു പ്രധാന വിഷയമായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭരണ തുടർച്ച, അതിലൂടെ ഒരു ഇടതു ബദൽ ഭരണത്തിൽ കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? വികസനത്തിൻ്റെ നിരവധിയായ അനുഭവങ്ങൾ പരിശോധിച്ചാൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ ചർച്ചയില്ലായിരുന്നെങ്കിലും ഞാൻ ജോർജ് പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അദ്ദേഹം പറഞ്ഞതിനോട് യോജിപ്പാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത് LDF നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് മതിയോ ഈ കടമ്പ കടക്കാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഒപ്പമാണ് ഞാനും.
നമ്മൾ ഇംഗ്ലീഷിൽ പറയും ദാറ്റ്സ് നെസസറി കണ്ടീഷൻ ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള നെസസറി കണ്ടീഷനാണ്. നിങ്ങൾ അത് അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ നല്ല ഭരണം ഉണ്ടാവുക എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ജോർജ് ചോദിച്ചത്. ആ ചോദ്യം തന്നെയാണ് എനിക്കും ഉള്ളത്. എനിക്കതിന് ഉത്തരവുമുണ്ട്. എൻ്റെ ഉത്തരം എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെയുള്ള ഇപ്പം ശരത് കാണിച്ച ഒരു ഇടതുപക്ഷ ബദൽ എന്നുള്ളത് ആ ഒരു ബദൽ രാഷ്ട്രീയം മനുഷ്യരുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഞാനിത് നേരത്തെയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ PM-ശ്രീയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരു കാര്യം നോക്കൂ, 2 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ മുഖ്യമന്ത്രിക്ക് ഒരു വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള അവകാശം ഗവർണർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. PM-ശ്രീയിൽ നമ്മൾ ഒപ്പുവയ്ക്കേണ്ടി വന്നു. ഇതൊന്നും ഈ 2 കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ സർക്കാരിനത് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ള രാഷ്ട്രീയം നാട്ടുകാരോട് പറയാൻ LDF തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PM-ശ്രീയിൽ ഇത് നമ്മൾ കാണേണ്ട കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ നിലയിൽ നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ ഫെഡറലിസം നേരിടുന്ന വലിയ ആക്രമണമാണ്. അതാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക? സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർ ഇല്ല, അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി അദ്ദേഹം തോന്നിയ പോലെ ചെയ്യുന്നു. ഒരു സർവകലാശാല 2 സർവകലാശാലകൾക്ക് കുട്ടികളുടെ, അതും ഡിജിറ്റൽ സർവകലാശാലയും ടെക്നോളജിക്കൽ സർവകലാശാലയും, ഇത് 2നും വൈസ് ചാൻസലർമാരില്ലാതെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഫീൽഡുകളിൽ ഉള്ള സർവകലാശാലകളാണ്. അവിടെ വൈസ് ചാൻസലർമാരുണ്ടായേ പറ്റൂ. എന്തുകൊണ്ട് നിയമപ്രകാരം അത് വൈസ് ചാൻസലറെ നിയമിക്കാൻ പറ്റുന്നില്ല? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരള നിയമസഭ ഈ ചാൻസലറുടെ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റിക്കൊണ്ടുള്ള ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൽ ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് ആ വൈസ് ചാൻസലറെ നമുക്ക് വീതം വെക്കേണ്ടി വന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കാണേണ്ട കാര്യം, നമ്മുടെ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് നിയമമാകണമോ വേണ്ടയോ എന്ന് നമ്മുടെ നിയമസഭയല്ല തീരുമാനിക്കുന്നത്, കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, ഭരണഘടനാപരമായ മറ്റവകാശങ്ങളുടെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിൽ, നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ, അർഹതമായിട്ടുള്ള കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ, ഇതിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിന് ഒത്തുപോകുന്നില്ല എന്ന് കണ്ടാൽ, കേരളത്തെ മാത്രമല്ല, ഞാൻ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നവർ, തമിഴ്നാട്ടിലെ ഡസൻ കണക്കിന് ബില്ലുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളത്. ഇപ്പോൾ അവിടെയും വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഗുസ്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ കണ്ടെടുത്തോളം കോടതികൾ പിന്നെ സർക്കാരിന് അനുകൂലമായിട്ട് വിധിച്ചിട്ടുണ്ട്. നമുക്കും ഒരു വിധി അനുകൂലമായിട്ട് വരുന്നത് പോലെയൊക്കെ ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഈ നമ്മളുടെ ഭരണഘടന അടിസ്ഥാനപരമായി വെക്കുന്ന പല മൂല്യങ്ങളും അതിഭീകരമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയം കൂടി മുന്നോട്ട് വെക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. ഒരു പാലം പണിയുമ്പോൾ ആ പാലം പണിയുടെ പുറകിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ കുമ്പിച്ചൽ പാലത്തിൻ്റെ ഇനാഗുറേഷൻ, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ. അവിടെ അതിൻ്റെ പുറകിൽ ഇപ്പോൾ കൊച്ചിയിൽ കുമ്പളത്ത് 100 പേർ കമ്മിറ്റിയാണ് സർക്കാർ 100 കോടി രൂപ ചിലവൊക്കെ ഒരു പാലം പണിയുന്നത്. അതിൻ്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം അത് നമ്മുടെ വികസനത്തിൻ്റെ രാഷ്ട്രീയം. അത് മാത്രമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഈ രാഷ്ട്രീയം മനുഷ്യരോട് പറയുന്ന കാര്യത്തിൽ ഇടതുമുന്നണി ഒരു വിജയമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അങ്ങനെ അല്ല എന്ന് ജോർജ് പറഞ്ഞാൽ ഞാൻ ആ കൂടെ നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടും. നമ്മൾ ഈ വികസനത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പോഴുള്ള നമ്മൾക്ക് മുമ്പേ പോയ മനുഷ്യർ ഉണ്ടാക്കിത്തന്ന അവകാശങ്ങളുടെ പുറത്താണ് ഇപ്പം നമ്മൾ ഇതുണ്ടാക്കുന്നത്. അടുത്ത സർക്കാരിന് ഈ അവകാശങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത നിയമസഭയ്ക്ക് ഉണ്ടാകുമ്പോൾ ഇത്രയും ബില്ലുകൾ പോലും പാസ്സാക്കാൻ വേണ്ടി ഗവർണർ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ബില്ല് പാസ്സാക്കുന്നത് നമ്മൾ ചോദ്യം വരും. ഈ ചോദ്യം നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വെക്കണം. എന്നിട്ട് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിക്കണം. അതാണ് പോളിറ്റിക്സ്. ജോർജ് ഉദ്ദേശിച്ചത്, ജോർജ് ആവർത്തിച്ച് പറഞ്ഞു, ഇടതുമുന്നണിയുടെ പിന്നെ വികസന പ്രവർത്തനം അദ്ദേഹം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അത് മതിയാവൂ എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഒപ്പമാണ് ഞാൻ. ഞാൻ ശ്രീ പൊടിപ്പാറ നേരത്തെ കൈ ഉയർത്തിയതുകൊണ്ട് ജയിക്കിലേക്ക് തന്നെ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ മറുപടിക്കായി നമുക്ക് പോകേണ്ടതുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞ കോൺഗ്രസ് എടുത്ത നിലപാടടക്കം വിമർശന വിധേയമായത് നമ്മുടെ മുമ്പിലുണ്ട്. സുപ്രീം കോടതിയിലടക്കം ഫൈറ്റ് ചെയ്യുന്നൊരു
സ്റ്റേറ്റിൻ്റെ പേരുകൂടി കേരളം എന്നുള്ളതാണ്. ഈ നിലയിൽ ആ പ്രശ്നം നിൽക്കുകയാണ്. ഫെഡറലിസം ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന കാലത്തെക്കുറിച്ച് രാജ്യത്ത് ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം തന്നെയാണ്, നിസ്സംശയം നമുക്ക് പറയാം. പക്ഷേ ശ്രീ പൊടിപ്പാറ നേരത്തെ കൈ ഉയർത്തിയതുകൊണ്ട് ഞാൻ കെ ജെ പറഞ്ഞത് വെച്ചുകൂടി ജയിക്കിലേക്ക് പോകും മുമ്പ് എന്താണ് പറയാൻ വന്നത്? കെ ജെക്ക് ഒരു നന്ദി പറയാണ്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനായിട്ടല്ല. ഇടതുപക്ഷത്തിന് കേരളത്തിലെ ഒരു പൊതു സ്വഭാവം, അത് UDF ആയാലും LDF ആയാലും കേരളത്തിനുള്ളതൊരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ മനസ്സ് തന്നെയാണ്. പക്ഷെ ആ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിക്ക് അത്രത്തോളം മുമ്പുണ്ടായിരുന്ന ആ ഒരു ഇടതുപക്ഷ ആ ഒരു ഇത് നഷ്ടപ്പെട്ട് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം എന്റെ വിചാരം മാത്രമല്ല, കേരളത്തിന്റെ ഒരു പൊതുവികാരമാണ്. ആ വികാരം ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ മുഖവും മനസ്സും ഏറ്റവും ശക്തമായ തൂലികയുമായി ഇരുന്ന മനുഷ്യർക്ക്, ഇപ്പൊ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അല്ലേ, സാറ ജോസഫ് എത്രയോ മനോഹരമായിട്ട് ഇടതുപക്ഷ മനസ്സുമായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. അങ്ങനെ എത്രയോ പേര് നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ കോൺഗ്രസ് ഈ വയനാട്ടിലെ ഇതിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. നിങ്ങൾ അവിടെ ഫണ്ട് തട്ടിച്ച് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് കൊടുത്തില്ല. പക്ഷെ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ പറയുന്നു രക്തസാക്ഷിയുടെ ഇതിനു വേണ്ടി പിരിച്ച പണം പോലും കൃത്യമായി കണക്ക് പറഞ്ഞിട്ടില്ല, അത് ചോദിച്ചപ്പോ എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരു വശത്ത് നിൽക്കുന്നു. തിരുവനന്തപുരത്തും അതേ ആരോപണം വരുന്നു. ഇതെല്ലാം വരുന്നത് പാർട്ടിയുടെ ഭാഗമായിരുന്നവരിൽ നിന്നാണ്, കോൺഗ്രസ്സുകാരിൽ നിന്നല്ല. അവനെ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല ജയിക്ക്? നമ്മൾ ചോദ്യങ്ങൾ നേരിട്ട് ജയിക്കിലേക്കാണ്. ഞാനൊന്ന് ജയിക്കിലേക്ക് പോകാമല്ലോ അല്ലേ? ജയിക്ക്, ഈ വികസനത്തെ സംബന്ധിച്ച ഇടതുബദൽ എന്ന സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും നിലപാടിനെയും കാഴ്ചപ്പാടിനെയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ യാതൊരു മടിയുമില്ല. പക്ഷേ അതിലേക്ക് പോകുമ്പോൾ തന്നെ അതേ അളവിൽ രാഷ്ട്രീയം ജനങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ആ ഇടതുബദൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ചില സംശയങ്ങൾ, അതിലൊരു കുറവ് എന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞു വെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മറുപടി. ഇല്ല, ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് വെച്ച വിമർശനത്തിന്റെ കാമ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ടാണ് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞു. ഞാൻ ആമുഖമായി കേട്ട അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഒരു രത്നചുരുക്കം അതായിരുന്നു. അപ്പോൾ എനിക്കതിനോടുള്ള തിരികെയുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരിയാണ്, ഇത്ര നല്ല കാര്യങ്ങൾ, ജീവിതത്തെ, അടുക്കളകളെ, വീടിൻ്റെ അകത്തളങ്ങളെ തൊടുന്ന വിധം, പച്ച മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഏതു മനുഷ്യനും അനുഭവവേദ്യമാകും വിധം ഇത്രയധികം നല്ല നന്മകളും മുന്നേറ്റങ്ങളും ഒക്കെ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടും അനർഹമായ ഒരു പരാജയത്തെ നേരിടേണ്ട വന്നില്ലേ ഞങ്ങൾ? ആ കാര്യത്തിൽ അങ്ങയോട് അഭിപ്രായ വ്യത്യാസമില്ല. ഇത് ഞങ്ങൾ അർഹിച്ചിരുന്ന ഒരു തിരിച്ചടിയായിരുന്നില്ല തദ്ദേശത്തിലുണ്ടായിരുന്നത്. ചില പ്രദേശങ്ങളിലെങ്കിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് വിധിയെ അർഹിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷം, അക്കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതായി വരുന്നു. കാരണം ആദരണീയനായ KJയും ഉന്നയിച്ചത് ഏതാണ്ട് സമാനമായൊരു വിമർശനമാണ്. ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ട വന്നില്ലേ? അപ്പോഴെന്തുകൊണ്ട്? ഈ ചോദ്യം പ്രബലപ്പെട്ടുവല്ലോ. ഞാൻ പറയുന്നു, ആ കാര്യത്തിൽ ഞങ്ങൾ ഈ സമീകരിക്കാനാകാത്ത വിധമുള്ള സംഘടിതമായ നുണപ്രചരണങ്ങളെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേരിടേണ്ടതായി വന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു സ്പെസിമെൻ ഉദാഹരണമാണ് ചൂണ്ടിക്കാണിച്ചത്. മലപ്പുറത്ത് സവിശേഷകരമായും മലബാറിൽ പൊതുവിലും ലീഗും കോൺഗ്രസും നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യം അവർ നേതൃത്വം നൽകിയ പ്രചരണം എന്താണ്? അവർ കേരളത്തിലെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് തുറന്ന മനസ്സോടുകൂടി ഒരു സംവാദം, ഒരു ഡിബേറ്റ്, രാഷ്ട്രീയം, വികസനം ഇത് മുൻനിർത്തിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുമല്ല കേരളത്തിലെ പരിമിത വിഭവന്മാരായിട്ടുള്ള പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടായിരുന്നത്. മറിച്ച് അവർ എന്ത് ചെയ്യുകയാണ്? അവർ പറഞ്ഞു 2000 രൂപ പെൻഷൻ കൂട്ടിയത് പിണറായി വിജയൻ നിങ്ങളെ SIR വഴി ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള തന്ത്രം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ നുണയിൽ വശംവദരായി പോയവരുണ്ട്. ഈ നുണയിൽ വശംവദരായി പോയിട്ടുള്ള ആളുകളെ യഥാസമയം തിരുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലേ? ആ ചോദ്യം ഇവരുടെ വിമർശനത്തിൽ പൊതുവിലുണ്ട്. കഴിഞ്ഞിട്ടില്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ തുറന്ന മനസ്സോടുകൂടെയാണ് ആ ചോദ്യത്തെ ഞങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീടിൻ്റെ അകത്തളങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷകരമായി പുതിയ കാര്യം പറയാനല്ല, ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി പോയത്. അവിടെ നിന്ന് ലഭിക്കുന്ന പരിമിതികളോട് കൂടെയുള്ള പ്രതികരണങ്ങൾ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവരങ്ങൾ അങ്ങയുമായി പങ്കുവെച്ചത്. പിന്നെ പറയുന്നു, ഈ കാര്യങ്ങൾക്കകത്ത് രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിന് ഒരു ശോഷണം സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം അവകാശപ്പെട്ടു, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ വ്യത്യസ്തമായ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളായി നിങ്ങൾ എന്നെ കാണേണ്ടതില്ല. ഞാൻ കാണാൻ തയ്യാറായിരുന്നുമില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്നിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പേര് പറഞ്ഞ് കേരളത്തിൽ അങ്ങ് ഉൾക്കൊള്ളാത്ത കോൺഗ്രസ് പിരിച്ച് പറ്റിച്ച മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് നേടിയെടുത്ത കോടികൾ എവിടെ
എന്ന ചോദ്യത്തിന് മുമ്പിൽ അങ്ങ് ഒരു മറുപടിയും പറയാതെ അങ്ങ് നേരെ ചോദിച്ചത് ആ വയനാട്ടിലെ കാര്യം അങ്ങൊന്ന് പരാമർശിച്ചിട്ട് നേരെ പറഞ്ഞത് പയ്യന്നൂരിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ പാർട്ടിയോട് കലഹിച്ച് പുറത്തു പോയിട്ടുള്ള മറ്റൊരു പഴയ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചാണ് അങ്ങ് പേരെടുത്ത് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിമർശനം വയനാടുമായിട്ട് സമീകരിക്കാൻ കഴിയുന്നതാണോ? ആ കാര്യത്തിൽ അങ്ങ് ഏതോ ഒരു കോൺഗ്രസ് സ്പോക്സ് പേഴ്സണെ പോലെ ആയി ചുരുങ്ങിപ്പോയില്ലേ എന്നൊരു അഭിപ്രായം, എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഇരിക്കട്ടെ, പിന്നെ നമ്മളുടെ മുമ്പിൽ ഉയർന്നു വരുന്നിട്ടുള്ള ബദല് അങ്ങ് 2-3 ദിവസക്കാലത്തെ മാത്രം അന്തരീക്ഷം ഒന്ന് പരിശോധിച്ച് നോക്കാം. മുഹമ്മദ് ദീപക് കുമാർ ഇല്ലേ, നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ. ദീപക് കുമാർ ആരായിരുന്നു? ഇന്ന് ക്വിൻറ്റിൻ്റെയോ മറ്റോ വയറിൻ്റെയോ മറ്റോ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടു. 150 പേര് വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ക്ലബിൽ ഇപ്പോൾ 3 പേർ പോലും വരുന്നില്ല. മറിച്ച് അദ്ദേഹത്തെ കൊന്നുകളയണമെന്നുള്ള ദീർഘമായ പ്രഖ്യാപനങ്ങളും ഫത്വകളുമാണ് കേൾക്കുന്നത്. ആ മുഹമ്മദ് ദീപക് കുമാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആദ്യമായി എത്രയോ ആയിരക്കണക്കിന് രൂപ നൽകി 1 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ആ ജിമ്മിൽ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം അയാളുടെ അടുക്കലേക്ക് ഓടിയെത്തിയ പാർലമെന്റ് മെമ്പർ ആരാ? കൈരളിക്ക് അഭിമാനത്തോടു കൂടെ പറയാം അതാരാണ്. അത് മലയാളിയായിട്ടുള്ള CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള സഖാവ് ജോൺ ബ്രിട്ടാസ് ആണ്. അങ്ങ് കാണാൻ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിൻ്റെ അല്പ ദിവസം മുമ്പത്തെ പ്രഖ്യാപനം എന്താണ്? ആ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പഴയ കോൺഗ്രസ് ആയ ഇപ്പോഴത്തെ RSS ആയി മാറിയ കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയ വിഷം അയാൾ ചീറ്റുമ്പോൾ അതിനെതിരെ ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ മുമ്പോട്ടേക്ക് വന്നത് ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. അത് ഇന്ത്യയിൽ ഇല്ലാതായി എന്ന് കോൺഗ്രസും ലീഗും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവികളുടെ മാത്രം പശ്ചാത്തലത്തിൽ CPM-നെ തള്ളിക്കളയാൻ വെമ്പുന്ന അന്ധമായ ഇടതുപക്ഷ വിരോധമുള്ളവർക്ക് മുമ്പിൽ അസ്സാമിലെ പഴയ കോൺഗ്രസ് ഇപ്പോഴത്തെ RSS ആയ അവർക്ക് മുമ്പിൽ അയാൾക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടവുമായി പോയത് CPIM ആണ്. അതിൻ്റെ ബാക്ക് ബോണാണ് കേരളം. ഇപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്നു ഗവർണറുടെ വിഷയത്തിൽ PM ശ്രീയിൽ അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ നമ്മൾ നോക്ക്, ഇന്ത്യയെ ശ്രദ്ധിച്ച സഹകരണാത്മക ഫെഡറലിസത്തിന് വേണ്ടിയിട്ട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യയെ ശ്രദ്ധിച്ച ഏറ്റവും വലിയ സമര മുന്നേറ്റം, ബഹുജന മുന്നേറ്റം ഇപ്പോഴും നിലനിർത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് കേരളമാണ്. അങ്ങ് പരിശോധിക്ക്. അത് ഡൽഹിയിലെ ഒരു സമരം മാത്രമല്ല. ഈ മാർച്ചിൽ ഇത്രയും ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ മാർച്ച് മാസം ലഭിക്കേണ്ട 5600 കോടി രൂപ തരില്ല എന്ന് യൂണിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. കൊയ്തിട്ട നെല്ലിന്റെ പണം കുറയ്ക്കണം എന്ന് കത്തെഴുതി. അതിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഉച്ചയൂണ് ഉപേക്ഷിച്ച് സമരമിടുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ജനപ്രതിനിധികളും അത്രയും. നമ്മൾ ആ സമരം ശക്തമായി ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാഠ്യപദ്ധതിയിൽ നിന്ന്, സർവകലാശാലകളിൽ നിന്ന് മുഗൾ വംശത്തിന്റെ ചരിത്രം റദ്ദ് ചെയ്യണമെന്ന്, ഗാന്ധി വധം ഒഴിവാക്കണമെന്ന് ഒക്കെ ഇന്ത്യയെമ്പാടും ആ പാഠപുസ്തകത്തിന്റെ വക്രീകരണത്തിന് മുമ്പിൽ, സംഘപരിവാർ അജണ്ടകൾക്ക് മുമ്പിൽ ശിരസ് കുരിക്കുമ്പോൾ RSS വിട്ടുന്നതെന്തോ അത് കേരളത്തിൽ അഡീഷണൽ ടെക്സ്റ്റായി പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ കാര്യവുമായി മുമ്പോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതിന്റെ ഒറ്റ കാര്യത്തോട് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 2024 ഓർഗനൈസർ വീണ്ടും പറയുന്നു വിജയദശമി ദിനത്തിൽ 5649 ശാഖകൾ ദിനം പ്രതി പ്രവർത്തിക്കുന്ന ഭൂവിസ്തൃതിയുടെ 1.8% 5600 ശാഖ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തങ്ങളുടെ 1ാമത്തെ സ്ഥലം കേരളമാണ്. ഇല്ലേ? എന്തുകൊണ്ട് കേരളം സെക്യുലറായി തുടരുന്നു? ഗോൾവൽക്കറുടെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രതിപക്ഷ നേതാവ് ഉള്ളതുകൊണ്ടോ? അതോ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉള്ളതുകൊണ്ടാണോ? അതോ ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ SDPI ഉള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ട് കേരളം? അങ്ങ് കണ്ടില്ലേ ഒറ്റ അനുഭവം. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്കൊക്കെ ശേഷമല്ലേ കണ്ണൂരിലെ ഒരു ആരാധനാലയത്തിൽ RSSന്റെ ഗണഗീതം കേൾക്കുന്നു. അത് CPM-ന് വലിയ സ്വാധീനമൊന്നുമുള്ള CPM-ന്റെ ആയിരക്കണക്കിന് കേഡർമാരുള്ള സ്ഥലമല്ല. പക്ഷെ എന്താണ്, RSSന്റെ ഗണഗീതം ക്ഷേത്രത്തിൽ കേൾക്കുമ്പോൾ തന്നെ 2 പേര് നേരെ കയറി ചെന്നിട്ട് പാട്ട് പാടിക്കോ, ഈ പാട്ട് ഇവിടെ പാടാൻ പറ്റില്ല. കാരണം എന്താണ്? പച്ചമണ്ണിൽ ചവിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ഗ്രാസ് റൂട്ട് റിയാലിറ്റിയിൽ ഇപ്പോഴും വർഗീയതയോട് മുമ്പിൽ ജീവിതവും കൊടുത്ത് പോരാടുന്ന ഒറ്റ സംഗമയുള്ളൂ. അത് അങ്ങ് യോജിച്ചാലും വിയോജിച്ചാലും അത് ഇടതുപക്ഷമാണ്. അതിൻ്റെ തണലിലാണ് ഇന്ത്യയിൽ, മണിപ്പൂരിലും അഹമ്മദാബാദിലും കാശ്മീരിലും ഇപ്പം നമ്മൾ ഒത്തുചേരുമ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുരണനം ഉണ്ടാകാത്തൊരു കേരളം, ഈ 5600 ശാഖ ഉണ്ടായിട്ടും ഉണ്ടാകാത്തൊരു കേരളം എന്തുകൊണ്ടാണ്? അത് ലീഗിന്റെ സൃഷ്ടിയല്ല, കോൺഗ്രസിന്റെ സംഭാവനയല്ല. ഇതിന് ജീവിതവും കൊടുത്ത് പോരാടുന്ന ഇടതുപക്ഷം കേരളത്തിന് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. അത് തുടരേണ്ടതില്ല എന്നുള്ളതാണ്. വീടാന്തരം കയറിയിറങ്ങി ഈ നുണകളിൽ വശംവദരായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യമാണ്. രാഷ്ട്രീയം കലർത്തിക്കൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ശ്രീ KJ, ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ ബദലിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഇന്നത്തെ പ്രതിപക്ഷം, കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ പ്രതിപക്ഷം ഒരു ബദലായി എത്രമാത്രം മാറുന്നുണ്ട്? അത് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. വയനാട് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. നമ്മൾ കാണേണ്ടത് അവിടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ ഒരു കെട്ടിടം ഉയരുന്നു, ഒരു ടൗൺഷിപ്പ് ഉയരുന്നു,
മറ്റിടത്ത് ഒരു കല്ല് പോലും ഇടാതെ വെറുതെ നടക്കുന്നു. ഇത് ആണ് വളരെ ടിപ്പിക്കലായിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ കാര്യം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ വയനാട് ടൗൺഷിപ്പ് പടുതാൽ ഇലക്ഷൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമാണ് ജോർജ് ഉന്നയിച്ചത്. ജയിക്കാൻ സാധ്യതയില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. രാഷ്ട്രീയം പറയാതെ നിങ്ങൾ ജയിക്കില്ല, അതാണ് നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ടൗൺഷിപ്പ് ഞാനിത് ശ്രീ കെ പി സി പ്രസിഡൻറ്റ് ശ്രീ സണ്ണി ജോസഫിനോട് ചർച്ചയിൽ പറഞ്ഞു. സർക്കാർ പദ്ധതികൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും, സർക്കാർ ചിലപ്പോൾ പരാജയപ്പെടും. പക്ഷേ പ്രതിപക്ഷത്തിരുന്ന് പരാജയപ്പെടുന്ന ആദ്യത്തെ പ്രതിപക്ഷമാണ് കേരളത്തിൽ ഇപ്പോഴത്തെ UDF. ഒരു കല്ലിൻ്റെ പുറത്ത് വേറൊരു കല്ല് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനം ഇല്ലാതെയായിട്ട് അവർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിങ്ങൾ വിശ്വാസം വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം, അതാണ് പറയാനുള്ളത്. നേരത്തെ ശ്രീ പൊടിപ്പാറ അദ്ദേഹം സംസാരിച്ചപ്പോൾ പതിവ് പോലെ എന്തോ പറയാനൊന്നും വന്നിരുന്നു, അപ്പോഴാണ് ഞാൻ ഇടവേളയിലേക്ക് പോയത്. ഞാൻ ആദ്യം പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാ പറഞ്ഞത്. അതായത് ജയ്ക്ക് വരച്ചിട്ടൊരു ചിത്രം ഉണ്ടല്ലോ, ആരെയും ആവേശം കൊള്ളിക്കുന്ന, പ്രത്യേകിച്ച് ഇടത് മനസ്സുള്ള അല്ലെങ്കിൽ CPM-ലോ CPI-ലോ ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആവേശം കൊള്ളിക്കുന്ന, അവരെ വല്ലാതെ അവരുടെ ഹൃദയങ്ങളെ ദീപ്തമാക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹം എടുത്ത് ഉദാഹരിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ജയ്ക്ക് ഇങ്ങനെയുള്ള ഈ മനോഹര ചിത്രങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് നിങ്ങളെ അസ്വസ്ഥമാക്കേണ്ട വേറെ ചില ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിലൊന്ന്, അതായത് മറ്റ് വർഗീയതയ്ക്കെതിരെ, മത തീവ്രവാദത്തിനെതിരെ, അതുപോലെ തന്നെ മറ്റ് UDF സഖ്യം ഉണ്ടാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്നവരെക്കാൾ എല്ലാം കൂടുതൽ തീവ്ര വർഗീയത, ജാതീയത, അങ്ങേയറ്റം വിഷലിപ്തമായ വാക്കുകൾ വിസർജിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടൊരു മൃദുത്വം? ഇത് ജനങ്ങളുടെ മനസ്സിൽ വല്ല സംശയം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ വർഗീയതയ്ക്കെതിരെ പോരാടുകയാണെങ്കിൽ ആ വർഗീയതയും ജാതീയതയും പറയുന്നത് ആരാണ് എന്ന് നോക്കാതെ അതാണ് ഇടതുപക്ഷം. അതിനകത്ത് നിങ്ങൾ ആളെ നോക്കരുത്. ആ സംഘടനയ്ക്ക് എത്ര ആളുണ്ട്, എത്ര കൂടുതലുണ്ട്, എത്ര പെർസെന്റ് ഉണ്ടെന്നല്ല. വർഗീയതയാണ് പറയുന്നതെങ്കിൽ അത് മുസ്ലിം വർഗീയതയാണെങ്കിൽ അതിനെ ആഞ്ഞടിക്കണം. ഇപ്പുറത്തെ ഹിന്ദു വർഗീയതയാണ് പറയുന്നതെങ്കിൽ അതിനെയും ആഞ്ഞടിക്കണം. ഇവിടെയാണ് ജനത്തിനൊരു സംശയം വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ അളവുകോലുകളുണ്ടോ? ചിലത് കൂടുതൽ തീവ്രം, വേറെ ചിലത് നിരുപദ്രവം, ഈ രീതിയിൽ വിലയിരുത്താൻ പറ്റൂ. ജനമെല്ലാം കേൾക്കുന്നുണ്ട്. ജയ്ക്ക് പറയുന്ന പോലെ ജനത്തിനൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതല്ല. എത്ര സിമ്പിളായിട്ടാണ് ജയ്ക്ക് പറഞ്ഞ അവിടെ UDF-കാരും ലീഗുകാരും ചേർന്നിട്ട് മറ്റേ പൗരാവകാശത്തിന്റെ അല്ലെ അതിന്റെ കണക്കെടുക്കാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ. അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു സമൂഹമാണോ കേരളം? അത്ര ലാഘവത്തില് യാതൊരു സംശയമില്ല. ആ നിലയിലേക്ക് അതിനെ വലിയ തോതിൽ ഈ വർഗീയവാദത്തിൻ്റെ ആഴത്തിലുള്ള സ്പ്രെഡിങ് നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എത്രയോ വീഡിയോകൾ പുറത്തു വന്നു. ഇത്ര നിഷ്കളങ്കമായ ഇതിനൊന്നും കാണരുത്. നമ്മൾ കണ്ടതാണ്, വീട്ടിൽ പോയി നിന്ന് മുട്ടുകുത്തി നിന്നിട്ട് പറയുന്ന എത്രയോ വീഡിയോകൾ വന്നതാണ്. ശ്രീ കെ ജെ, ഒരു 15 സെക്കൻഡ് വരും. യെസ്, കെ ജെ പറഞ്ഞോളൂ, എന്നിട്ട് ഒറ്റ ഇതേ ഉള്ളൂ. ജോർജ് പറഞ്ഞ് ഈ ഒരൊറ്റ അളവുകോലും, ജോർജ് പറഞ്ഞ ഒറ്റ അളവുകോലും UDF-ന് ബാധകമല്ല കേട്ടോ, അത് LDF-ന് മാത്രം ബാധകമായ അളവുകോലുകളാണ്. അങ്ങനെ പറയുന്നത് എന്തായാലല്ല. ആ കാര്യത്തിൽ UDF വെള്ളാപ്പള്ളിയെ വിമർശിച്ചില്ലെങ്കിൽ മറ്റേ ജമാഅത്തെ ഇസ്ലാം, അതായത് ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഏറ്റവും വലിയ വർഗീയ വാക്കുകൾ, വർഗീയമായിട്ടുള്ള വാക്കുകൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നാണ് തുടർച്ചയായിട്ടുണ്ടായത്. അതിനെ എതിർക്കാതെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അത് VD സതീശന്റെ ഭാഗത്തു നിന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന VD സതീശന്റെ വാക്കാണ് നമ്മൾ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ വർഗീയ വർത്തമാനം. അതിൽ ജോർജ് അതാണ് ഏറ്റവും വലിയ വർഗീയ വർത്തമാനം. അത് നമ്മൾ കാണാതെ പോകരുത്. ലാസ്റ്റ് ഒന്ന് ചുരുക്കി. ഇല്ല, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. പക്ഷേ ഈ നുണകളും ഇത്തരം കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ലേ? അദ്ദേഹം പറയുകയാണ്, ഞാൻ കേരളത്തിലെ ജനങ്ങളെ വില കുറച്ച് കണ്ടു. അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് അങ്ങ് ദയവായി കടക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കാരണം ഏറ്റവും ഒടുവിൽ ഒറ്റ സൈറ്റേഷൻ ഞാൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ മലപ്പുറത്ത് തിരുനാവായിൽ കുംഭമേള സംഘടിപ്പിക്കപ്പെട്ടു. കുംഭമേളയുടെ സമാപനത്തിൽ പതാക താഴ്ത്തിക്കൊണ്ട് ഒരു സന്യാസ ശ്രേഷ്ഠൻ അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണം നമ്മുടെ നാട്ടിലെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക മാധ്യമങ്ങളിൽ പ്രചുര പ്രചാരം നേടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രയോഗം എന്തായിരുന്നു എന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും വിശാലാർത്ഥത്തിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങ് സൂചിപ്പിച്ച ഈ പേരുകാരൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി
അദ്ദേഹം പലപ്പോഴും മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് നടത്തിയ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ മുഖം നോക്കാതെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ. പക്ഷേ ഏറ്റവും ഒടുവിൽ തിരുനാവായിലെ കുംഭമേളയിലെ സന്യാസ ശ്രേഷ്ഠ നടത്തിയ പ്രഭാഷണം എന്താണ്? അദ്ദേഹം തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരോട് പറയുന്നു, അല്ലെങ്കിൽ പതിനായിരങ്ങളോട് പറയുന്നു, കേരളം ശ്രദ്ധിക്കണം, മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്ന ഒരു സംഘമാണ് കേരളത്തിലെ സുപ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. അതുമാത്രവുമല്ല, അവർ ഇതിനോടകം കേരളത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ന്യൂനപക്ഷ തീവ്രവാദ സംഘത്തെ വെളുപ്പിക്കാൻ അവർ നേതൃത്വം നൽകുന്നു. എന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണ്? കേരളത്തിലെ ഹിന്ദുക്കൾ എന്താ പൊട്ടന്മാരാണോ? ഇപ്പോൾ ആദരണീയനായ KJ ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, എത്രയോ ക്രിസ്ത്യൻ പുരോഹിതന്മാർ എന്നെഴുതി. ഞാൻ നോക്കുന്നു, ഇന്നലെയോ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് ചർച്ചയിൽ പങ്കെടുക്കുകയോ പറഞ്ഞു, ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ പ്രധാന പ്രാർത്ഥനയായിട്ടുള്ള സ്വർഗസ്ഥനായ പിതാവേ, അതിൽ പറയുന്നു അങ്ങയുടെ രാജ്യം വരയണമേ എന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം പറയുന്നത് എന്നുള്ളത് ഇല്ലേ? ഏതൊക്കെ തരത്തിലുള്ള വെളുപ്പിക്കലുകളാണ്! നിങ്ങളുടെ വെളുപ്പിക്കലുകൾ ആരായുധമാക്കുന്നു? അതിൻ്റെ മറുപടിയാണ്, അങ്ങ് എന്നെ കെടുക്കണ്ട, എൻ്റെ അഭിപ്രായം അങ്ങ് എടുക്കണ്ട, അതിൻ്റെ മറുപടിയാണ് സംഘടിപ്പിക്കപ്പെട്ട കുംഭമേളയിൽ തടിച്ചുകൂടി ആയിരങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ എന്താ പൊട്ടന്മാരാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ സന്യാസി നടത്തിയ പ്രഭാഷണം. അതിനുള്ള ഇന്ധനം ഒഴിച്ചു കൊടുത്തത് ആരാണ്? സമയം കിട്ടുമ്പോൾ അങ്ങ് ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ മതി. അങ്ങ് വിമർശിക്കുമ്പോൾ അങ്ങയുടെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുന്നു. വിമർശിക്കുമ്പോൾ ഇടതുപക്ഷത്തെ വിമർശിക്കാം, പക്ഷേ ആ വിമർശനത്തിൽ സെലക്റ്റീവായൊരു സമീപനം പാടില്ല. അങ്ങ് മതനിരപേക്ഷ രാഷ്ട്രീയമാണ് അങ്ങയുടെ കൺസേൺ എങ്കിൽ വർഗീയത പറയുന്ന എല്ലാവരെയും അകറ്റി നിർത്തണം, എല്ലാത്തിനെയും വിമർശിക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ അത്തരമൊരു സമീപനം അങ്ങയിൽ നിന്നുണ്ടായില്ല. അത് നേരത്തെ KJ പറഞ്ഞ പോലെ ഈ വിമർശനവും നിരീക്ഷണവും ഒക്കെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മാത്രം ബാധകമായതാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വളരെ സവിശേഷമായി വളരെ ജാഗ്രതയോടെ കേരളം കാണുന്നതും നോക്കുന്നതും കൊണ്ടുകൂടിയാണ് എന്നുള്ളത് വേറെ കാര്യം. ഈ ഭരണ തുടർച്ചയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് വികസനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബദലാണ് ഉയർത്തുന്നത്. കേരളത്തെ വർഗീയതയുടെ വലിയ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാത്ത വിധം കേരളത്തെ സവിശേഷമായി ചേർത്തു പിടിക്കുന്ന വലിയ രാഷ്ട്രീയ യുദ്ധം നടക്കുകയാണ്. അവിടെ വികസനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആ വലിയ ചർച്ച അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ അടുക്കും തോറും. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്.